ശ്യാമളേ ശ്യാമളേ നീ ശ്യാമളേ. അപ്പോൾ ബിച്ചു ശ്യാമള വേണ്ട, ശ്യാമള നമുക്ക് വേണ്ട. നമുക്കിപ്പോൾ വേണ്ടത് അമ്മുമ്മയും കൊച്ചുമകളുടെയും കഥയാണ്. അപ്പോൾ തന്നെ എഴുതി 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ. അങ്ങനെ ആ പാട്ടുണ്ട്. ജനങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് ആർക്കറിയാം? എൻ കൺമണി എൻ പാടൽ കേളടി എൻ കൺമണി ലലാലലീ ലലീലലാലലീ അൻപേ കാണാവരും ലലീ നനി നനി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിൽ കിൽ. സർവ്വ കലകളെയും ആശാൻ അടിച്ചുകൊണ്ട് പോകും. നസാരേ അപ്നീറോ. പെട്ട അമ്മാവൻ പറഞ്ഞു, ഓ ഇവൻ വാ പൊളിയാണ്, പിന്നെ പെട്ടെന്ന് വന്നിടാന്ന്. അത് റഫിയെ പറ്റി പറഞ്ഞു. അപ്പോൾ യേശുദാസ് പറഞ്ഞു, സാറിൻ്റെ കാല് കഴുകി വെള്ളം കുടിക്കാൻ ഞാൻ പാടില്ല ജെറി പറയുന്നത് എനിക്ക് പെണ്ണുങ്ങളുടെ വോയിസാണ്. പൊതുവെ പറയില്ല ആർട്ടിസ്റ്റുമാർക്ക് ഒരു ഡിസിപ്ലിൻ്റെ ആവശ്യമില്ല, എന്നുള്ളൊരു ചിന്തയുടെ ഭാഗം കൂടി ആകാം. ആർട്ടിസ്റ്റിന് ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ഹി വിൽ റീച്ച് നോ വേ. ഇപ്പോൾ ഈ കാലത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. പാട്ടുകളുടെ അകത്ത് കഴമ്പില്ല. എന്തൊക്കെയോ പറയുന്നു, വേണ്ടറ പോണ്ടറാന്നോ ട്രെൻഡ്, എന്താണ് കവർ എന്നൊക്കെ. കവർ ആയിക്കനുസരിച്ച് ചവറെന്നും പറയാം. വി ആർ ഇൻ എ ഫ്ലക്സ് വിത്ത് റിഗാർഡ് ടു ആർട്സ്. അത് അതിൻ്റെ വഴിക്ക് പോകും. ഇപ്പോൾ നമ്മൾ പറയുന്ന പിള്ളേർ ഇപ്പോഴത്തെ പാട്ട് കൊള്ളൂല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ പാട്ട് ഇസ് ഡിഫറെൻറ്റ്, അത്രയേ ഉള്ളൂ. ഞാനിങ്ങനെ പറയുന്നത് പ്ലക്കാർഡും പിടിച്ചിട്ട് ആശാന ഞാനിവിടെ ഉണ്ടിട്ടോ എന്നെ മറക്കൽ. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാ നമ്മൾ ഈ നമ്മുടെ പാട്ടൊക്കെ സിനിമയിൽ കൂടി വരണമെന്ന് ശഠിക്കുന്നത്? എന്തിനാ എല്ലാം സിനിമയിൽ കൂടി വരണമെന്ന്? അതൊരു നോട്ട് എ റൈറ്റ് തിങ്കിങ്. സാറിപ്പോൾ ഇവിടെ ചെറിയ പ്രായത്തിൽ മ്യൂസിക് പഠിച്ചിട്ടില്ല? ഇല്ല, ഞാൻ പഠിച്ചില്ല. 17 വയസ്സ് വരെ ഞാൻ ശാസ്ത്രീയ സംഗീതമോ ഒരു ഫോർമൽ ട്രെയിനിങ്ങോ എനിക്ക് കിട്ടിയില്ല. ഇവൻ പാടും, ഇവനെ പള്ളിയിൽ കൊണ്ടുപോയി അച്ഛന്മാർ പാടിക്കും, അല്ലെങ്കിൽ വല്ല ഗാനമേള പോലത്തെ സന്ദർഭത്തിൽ ഞാൻ പാടും, അത്രയേ ഉള്ളൂ. അങ്ങനെ നാച്ചുറൽ ഗിഫ്റ്റ് കൊണ്ട് ഞാനങ്ങനെ പോയി. പക്ഷേ പിന്നീട് ഞാൻ നോർത്ത് ഇന്ത്യയിൽ അച്ഛനാകാൻ പോയി. സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണ് അച്ഛനാകാൻ പോയത്. എൻ്റെ അമ്മയും അമ്മമ്മയും ഒക്കെ എന്നെ ചെറുപ്പത്തിൽ ഇങ്ങനെ എന്താ പറയുക, ഇവൻ അച്ഛനാവും, ഇവൻ മരത്തിൽ കയറില്ല, അവൻ സൈക്കിൾ ചവിട്ടില്ല എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ ഇവൻ അച്ഛനാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതങ്ങ് വിശ്വസിച്ചു. ആഫ്റ്റർ ഓൾ ലിറ്റിൽ ചിൽഡ്രൻ. എനിവേ അങ്ങനെ I was also attracted by the thought, as a teenager, one has that interesting thinking, ലോകത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യണമെന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ മൂഡിലങ്ങനെ ഐ തോട്ട് ഇവിടെ അച്ഛനാകുന്നതിന് പകരം വടക്കേ ഇന്ത്യയിൽ വല്ല കാട്ടുജാതിക്കാരുടെ ഇടയിൽ പോയിട്ട് അവരെ സഹായിക്കാം, അങ്ങനെയൊക്കെ ഒരു ചിന്ത വന്നു. അപ്പോൾ ഐ വെൻ്റ് ദേർ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഈ ജർമ്മൻ മിഷണറീസ് ആയിരുന്നു ഞങ്ങളെ ട്രെയിൻ ചെയ്തത്. ജർമ്മനിയിൽ നിന്ന് വന്ന അച്ഛന്മാർ. അവർ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന ആളുകളാണ്. അപ്പോൾ ദേ വർ വെരി ഷാർപ്പ് ഇൻ റെക്കഗ്നൈസിങ് ടാലൻറ്റ്. So they found I have musical talent, and they also thought that നമ്മൾക്കിപ്പോൾ ക്രിസ്തുവിൻ്റെ സന്ദേശം നമ്മുടെ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവർക്ക് മനസ്സിലാകുന്ന ശൈലിയിലും ഭാഷയിലും പറഞ്ഞാലേ അവർ ശ്രദ്ധിക്കുകയുള്ളൂ. അല്ലാതെ വഴിയരിയിൽ നിന്ന് ഡും 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 എന്ന് പറഞ്ഞാൽ അത് അടിച്ചാൽ ആരും ഒന്നും കേൾക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ ജർമ്മൻ അച്ഛന്മാർ പറഞ്ഞു, യു ഷുഡ് മേക്ക് യൂസ് ഓഫ് ഈ സംഗീതം, സാഹിത്യം, ചിത്രകല, പിന്നെ ശില്പകല, ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ക്രിസ്തുവിൻ്റെ സന്ദേശം നമുക്ക് നമ്മുടെ ഹിന്ദു ബ്രദേഴ്സിന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അവർ കേൾക്കുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്ത്യൻ സംസ്കാരം ഈസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഇൻ ദ വേൾഡ്. ഇവിടെ അങ്ങേയറ്റത്തെ ഏത് സബ്ജക്റ്റിൽ സീരിയസ് ആയിട്ട് എന്തെങ്കിലും പുസ്തകം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ പുസ്തകമെല്ലാം എഴുതിയിരിക്കുന്ന ഗദ്യത്തിലല്ല, പദ്യത്തിലാണ്. അപ്പോൾ ഇഫ് ഇറ്റ് ഈസ് അബൌട്ട് നമ്മുടെ വൈദ്യശാസ്ത്രമായാലും ഗണിതശാസ്ത്രമായാലും
ആസ്ട്രോണമി ആയാലും അസ്ട്രോളജി ആയാലും എല്ലാം എഴുതിയിരിക്കുന്ന പദ്യത്തിലാണ് സാർ. അപ്പോൾ അങ്ങനത്തെ ഒരു കൾച്ചറിൽ നിങ്ങൾ ചുമ്മാ ഗദ്യം കൊണ്ട് കളിച്ചാൽ ശരിയാകില്ല. അപ്പോൾ നിങ്ങളുടെ ടാലൻറ്റ് ഫോർ മ്യൂസിക് ആൻഡ് പോയട്രി ആൻഡ് റിതം ഡാൻസ് ഓൾ ഷുഡ് ബി യൂസ്ഡ് ഇതിന് ഉതകുന്ന വിധത്തിൽ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നു. എന്നെ തബല പഠിപ്പിച്ചു ആദ്യം, പിന്നെ പിയാനോ പഠിപ്പിച്ചു, ഓർഗൻ പഠിപ്പിച്ചു, പിന്നെ വായ്പാട്ട് പഠിപ്പിച്ചു. അവിടെ അങ്ങനെ ഞാൻ ഹിന്ദുസ്ഥാനി ഞാൻ വടക്കേ ഇന്ത്യയിലായിരുന്നല്ലോ, പൂനെയിൽ. അവിടെ ഒരു വിനായക് റാവ് പട്വർദ്ധൻ എന്ന് പറഞ്ഞൊരു ഗ്രേറ്റ് സിംഗർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇളയ മകൻ മധുസൂദൻ പട്വർദ്ധൻ, അദ്ദേഹമാണ് എന്നെ ഹിന്ദുസ്ഥാനി പഠിപ്പിച്ചത്. അങ്ങനെ ഐ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ആഫ്റ്റർ വെൻ ഐ വാസ് 17 and it went on like that. Yeah. And the education there was very good. You know what you call scholastic education of Europe എന്നാണ് പറയുക. they gave all sorts of subjects. എല്ലാ സബ്ജക്ട്സും അവർ ടച്ച് ചെയ്യും. ഫിസിക്സ്, കെമിസ്ട്രി, ജിയോഗ്രഫി, അങ്ങനെ എല്ലാം പഠിക്കും. അതോടൊപ്പം ലാംഗ്വേജസ് ഞങ്ങൾക്ക് പഠിക്കേണ്ടി വന്നു. ലാറ്റിൻ and of course not to speak of English, പിന്നെ ഹീബ്രു, ലിറ്റിൽ ബിറ്റ് ഓഫ് സ്മാറ്ററിങ് ഓഫ് ഗ്രീക്ക്, അങ്ങനെ കുറേ ജർമ്മൻ ആൻഡ് ഫ്രഞ്ച് ഓൾസോ. അപ്പോൾ ഇതെല്ലാം ഒരു ഇത്രയൊക്കെ നമുക്ക് സെൻസ് കിട്ടി. അങ്ങനത്തെ ആ എഡ്യൂക്കേഷൻ വാസ് വെരി, എന്താ പറയുക, ഞങ്ങൾ ഫോർമറ്റീവ് ഇയേഴ്സിലായിരുന്നല്ലോ. അത് ഞാൻ ചെറുപ്പക്കാരെ ഒരുപാട് സഹായിച്ചു ടു ഹാവ് സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് വെരി അക്യൂട്ട് സെൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അങ്ങനെ that was good. Then I decided my vocation is not meant for a priesthood. My interest is more in music. അത് ഞാൻ ഞങ്ങളുടെ അച്ഛന്മാരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ചിന്തിക്കാമെന്നൊക്കെ പറഞ്ഞു. എന്നാലും ഞാൻ പിന്നെ വീണ്ടും ഞാൻ വീണ്ടും ഈ സബ്ജക്റ്റ് കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു, എങ്കിൽ അങ്ങനെയാണ് എങ്കിൽ വിൽ സെൻഡ് യു ടു ബോംബെ എന്നും പറഞ്ഞു. ഞങ്ങൾക്ക് എനിക്ക് വേണ്ടതൊക്കെ തന്നിട്ട് എന്നെ ബോംബെയിലേക്ക് പറഞ്ഞു അയച്ചു. എത്ര വയസ്സുണ്ടെന്ന്? I was 25. Yeah. And why Bombay? Why Bombay എന്ന് വെച്ചാൽ ഈ അച്ഛന്മാരുടെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ബോംബെയിലായിരുന്നു. ഐ ഓൾസോ ഡിഡ് നോട്ട് വോണ്ട് ടു കം ടു കേരള ഇമ്മീഡിയറ്റ്ലി. കേരളത്തിൽ ഇങ്ങനെ ഒരു സൂക്കേടുണ്ട്, അച്ഛന്മാരായി പോയാൽ തിരിച്ചു വന്നാൽ അവൻ അവിടെ നിന്ന് ഒരു പെണ്ണിനെയും കൊണ്ട് മതിലും ചാടി വന്നു എന്നാണ് സാധാരണ എല്ലാവരും പറയുന്നത്. അതൊരു നല്ല സംഭാഷണമല്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് ഉടനെ വരണ്ട, കുറച്ച് നാൾ ഇതൊക്കെ തണുത്തിട്ട് ഇങ്ങോട്ട് വരാമെന്ന്. അങ്ങനെ ഐ വാസ് ലക്കി ടു ബി ഇൻ ബോംബെ. അവിടെ ബോംബെ എന്ന് പറയുമ്പോൾ ഹോളിവുഡാണല്ലോ. ഞാൻ ചെറുപ്പം മുതലേ ഈ ഹിന്ദി പാട്ടൊക്കെ ഇവിടെ എറണാകുളത്തും കലൂരൊക്കെ ഹിന്ദി പാട്ട് പാടിയാണ് ഞാൻ വളർന്നത്. അപ്പോൾ എനിക്ക് മ്യൂസിക് ഡയറക്ടർ നൗഷാദിനോട് പ്രത്യേക ഒരു ആരാധനയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ ഞാൻ നോട്ടീസ് ചെയ്തത് ഒരു ശാസ്ത്രീയ ചൊവ്വ എല്ലാ പാട്ടുകൾക്കും. ഞാൻ അങ്ങനത്തെ പാട്ടുകളാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. അതുകൊണ്ട് അങ്ങനെ ഐ വാസ്. നൗഷാദുമായിട്ടുള്ള കോൺടാക്ട് തുടങ്ങുന്നത് അതെ, ഞാനിപ്പോൾ ഈ ഇവിടെ ജോലി ബോംബെയിൽ പോയപ്പോൾ ഈ അച്ഛന്മാർ എനിക്കൊരു ജോലി കണ്ടുപിടിച്ചു, ഒരു ഗുമസ്ത പണി എനിക്ക് തന്നു. ദാറ്റ് വാസ് ഇൻ ഫ്ലോറ ഫൗണ്ടൻ. അപ്പോൾ എല്ലാ ദിവസവും ഫ്ലോറ ഫൗണ്ടനിൽ നിന്ന് മടങ്ങി വരും. ഞാൻ ബാന്ദ്രയിലാണ് താമസിച്ചിരുന്നത്. അത് മെഹബൂബ് സ്റ്റുഡിയോ ഇപ്പോഴും ഉണ്ട്. അന്ന് മെഹബൂബ് സ്റ്റുഡിയോയുടെ പുറകിൽ ഒരുപാട് സ്ഥലം ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. അവിടെയുള്ളൊരു ചെറിയ വീട്ടിലൊരു മുറി ഞാൻ വാടകയ്ക്ക് എടുത്തു. അവിടെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും അവിടെ നിന്ന് ഞാൻ ഒരു പഴയ സൈക്കിൾ എനിക്കുണ്ടായിരുന്നു, അതും ചവിട്ടി ഈ കാർട്ടർ റോഡ് എന്ന് പറയുന്ന ഒരു സീ ഷോറിൻ്റെ സൈഡിൽ കൂടി ഒരു റോഡുണ്ട്, അതിൽ കൂടി ഞാൻ പോവുകയായിരുന്നു. സീ ഷോർ. എങ്ങനെ ഇയർ വാസ് ഐ ലെഫ്റ്റ് ദ സെമിനറി ആൻഡ് in 1964. This is in the 60s. Yes. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ സൈക്കിളും ചവിട്ടി അങ്ങോട്ട് പോയപ്പോഴുണ്ടടാ ഒരു വീട് കണ്ടു വലത്ത് വശത്ത്. അവിടെ എഴുതി വെച്ചിരിക്കുന്നു നൗഷാദ്. അത് ഗേറ്റിൻ്റെ ഒരു സൈഡിൽ നൗഷാദ്, ഗേറ്റിൻ്റെ വലത്ത് വശത്തിരിക്കുന്ന ആഷിയാന, അത് എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതേത് നൗഷാദാണാവും. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ അവിടെ ഗൂർഖ ഇല്ല, എവിടെ ഗേറ്റിൻ്റെ അടുത്ത്. പിന്നെ നോക്കിയപ്പോൾ അതിൻ്റെ അകത്തും പട്ടിയോ പൂച്ചയോ ഒന്നുമില്ല. ഞാൻ വിചാരിച്ചൊന്ന് പരീക്ഷിച്ച് കളയാം. അങ്ങനെ ഞാൻ ആ ഗേറ്റ് തള്ളി തുറന്നകത്ത് നിന്ന് മണിയടിച്ചു. മണിയടിച്ചപ്പോൾ ഒരാൾ ഡോറ് തുറന്നിട്ട് ക്യാ ചാഹിയേ ചോദിച്ചു.
ഞാൻ പറഞ്ഞു സർ ഐ ആം യുവർ ഫാൻ, ഐ വുഡ് ലൈക്ക് ടു സിംഗ് സം സോങ് ഫോർ യു. കഹാ സെ ഹോ? ഞാൻ പറഞ്ഞു ഐ ആം ഫ്രം കേരള. അരെ യാർ കേരള മേ കൗൺ ഗാത്ത ഹെ ഹിന്ദി ഗാനെ. ഞാൻ പറഞ്ഞു സർ ഞങ്ങൾ ചെറുപ്പത്തിൽ ഇങ്ങനെ പാടി പഴക്കം വന്നിട്ടുണ്ട്. അച്ഛാ അച്ഛാ ചലോ അന്തറാവോ എന്ന് പറഞ്ഞു. ഞാൻ എന്നെ വിളിച്ചകത്ത് കയറ്റി ഒരു കപ്പ് ചായയൊക്കെ തന്നിട്ട് അച്ഛാ സുനാവോ പുരാന മേരാ ഗാന കോൺ സാ ഹെ. അപ്പോൾ എനിക്ക് ഇത് ബൈ ഹാർട്ടായതുകൊണ്ട് രും ബർസേ ബാദർവാ മസ്തി ഹവാ മേ ആയേ പിയാ ഘർ ആജാ ആജാ പിയാ ഘർ ആ. ദൂസര വേറൊന്നും പാടാൻ. അപ്പോൾ തൂ മേരാ ചാന്തും അങ്ങനെ ഒരുപാട് പാട്ടുകൾ നൗഷാദിന് എനിക്കറിയാമായിരുന്നു. ദെൻ നൗഷാദ് ചോദിച്ചു ഹൂ ടോട്ട് യു ഉറുദു എന്ന്. ഞാൻ പറഞ്ഞു സാർ ഞങ്ങളാരും ഉറുദു ഒന്നും പഠിപ്പിച്ച, ഞങ്ങൾ ഈ റഫിയും ലതയും മുകേഷും മന്നാടയും ഇദ്ദേഹം സൈകളൊക്കെ പാടുന്നത് കേട്ട് ചുമ്മാ ഇങ്ങനെ കോപ്പി അടിക്കാന്ന് പറഞ്ഞു. ഓ ഇറ്റ്സ് വെരി സർപ്രൈസിങ്, കോപ്പി ഈസ് വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞു. എനിവേ ഹി ഗേവ് മീ ഹിസ് ഫോൺ നമ്പർ on a piece of paper and he told me to keep in touch എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുമുമ്പ് ഞാൻ പറഞ്ഞു he asked me what do you want എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ഐ ആം എ സിംഗർ ബേസിക്കലി, അപ്പോൾ എനിക്ക് ഒരു പ്ലേ ബാക്ക് സിംഗറായ കൊള്ളാമെന്ന് പറഞ്ഞു. ദെൻ അദ്ദേഹത്തിൻ്റെ കണ്ണിലിട്ട് സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു റഫീ സാബുള്ള കാലത്തും അല്ലാതെ നടക്കില്ല എന്ന് പറഞ്ഞു. എന്നാലും ഈ സെറ്റ് ടേക്ക് ദിസ് കാർഡ് ഒക്കേഷണലി എന്നെ വിളിക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് 10 മക്കളാണുള്ളത്. ആദ്യത്തെ വൈഫിൽ റഹ്മാൻ എന്ന് പറഞ്ഞ 1 ബോയ്. ആ ഒരു വൈഫ് മരിച്ചപ്പോൾ ഹി മാരീഡ് ഹെർ യങ്കർ സിസ്റ്റർ. അപ്പോൾ ആ വൈഫിൽ ഹി ഹാഡ് 9 ചിൽഡ്രൻ, മോസ്റ്റ്ലി എക്സെപ്റ്റ് 3 ബോയ്സ്, ദ റെസ്റ്റ് വാസ് ഓൾ ഗേൾസ്. അപ്പോൾ ഞാൻ ഈ ടെലിഫോൺ നമ്പർ എടുത്തിട്ട് ഞാൻ വിചാരിച്ച അധികം പലതവണ വിളിക്കരുത്, മാസത്തിലൊരിക്കലൊക്കെ മതി വിചാരിച്ചു. അങ്ങനെ ഒരു മാസം നടത്തിയപ്പോൾ ഒന്ന് വിളിച്ചു. അപ്പോൾ പെൺകുട്ടികൾ ആരോ എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ നൗഷാദ് സാബ് ഘർ മേ ഹേ എന്ന് ഞാൻ ചോദിച്ചു. പറഞ്ഞു അബ്ബു ഘർ മേ നഹീ ഹേ. ഒരു മാസം പോയി. അങ്ങനെ മാസങ്ങളിങ്ങനെ പോയി എനിക്കാണെങ്കിൽ ഈ ഗുമസ്തപ്പണി ഒട്ടും പറ്റുന്നില്ല. അവസാനം ഒരു തവണ ഞാൻ വിളിച്ചപ്പോൾ നൗഷാദ് ഹിംസെൽഫ് ഫോൺ എടുത്തു. നൗഷാദ് സാബ് അയ്യോ അരെ യാർ തും അബ്ബി ഹാ ഹേ എന്നൊക്കെ ചോദിച്ച് ക്യാ ബാത് ഹേ ക്യാ ഹുവാ. ഞാൻ പറഞ്ഞു ഇപ്പോൾ ലൈഫ് ആൻഡ് ഡെത്ത് സിറ്റുവേഷനാണ്, എനിക്ക് മ്യൂസിക് ഇല്ലെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഹാർഡ് ഫോർ മീ ടു സർവൈവ് ഹിയർ. അച്ഛാ ചലോ നാളെ ഇങ്ങോട്ട് വാ, നീ കാലത്ത് ഇങ്ങോട്ട് വരാൻ 8 മണിക്ക്. ഓൾ റൈറ്റ്. ഇപ്പം ഞാൻ 8 മണിക്ക് ചെല്ലുന്നു. അദ്ദേഹം എനിക്ക് ഒരു ടെസ്റ്റ് തരുന്നു. ഞാനൊരു പാട്ട് പാടാം, അതൊന്ന് എഴുതിയെടുക്കണം, വെസ്റ്റേൺ നൊട്ടേഷനിൽ എഴുതിയെടുക്കണം. എന്നിട്ട് അതിന് കോഡ്സ് ഇടണം. എന്നിട്ട് ആ കോഡ്സും ഈ ട്യൂണും കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു കൗണ്ടർ മെലഡി എന്ന് പറയും, അതായത് ഇതിനോടുകൂടി പാരലായിട്ട് വേറൊരു ട്യൂണും കൂടി എഴുതണം. സാധിക്കുമെന്ന് ചോദിച്ചു. യെസ് സർ ഐ വിൽ ട്രൈ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ആ ജോലി തന്നിട്ട് മുകളിലേക്ക് പോയി. ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറുമേ ഉള്ളൂ. ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോറുണ്ട്. ഹി ലിവ്സ് ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ. അപ്പോൾ ഞാൻ ഐ സോ ഹാപ്പി ഇങ്ങനെ ഒരു ചാൻസ് എവിടെ കിട്ടും. നൗഷാദ് സാബ് ഹിംസെൽഫ്. സോ ഹി ആക്ച്വലി പ്ലേഡ് എ സോങ് ലൈക്ക് ദിസ്. पायलिया मोरी रे धन रे सासा पायलिया मोरी रे धन रे सासा सरनन नेना this type of ഒരു ട്യൂണിൽ an unusual kind of not the usual sweet song or anything. അത് ഞാൻ എഴുതിയെടുത്തു. എന്നിട്ട് പിയാനോയുടെ അടുത്ത് പോയിട്ട് ആദ്യത്തെ കോഡിനാണ്. ആ കോഡെന്ന് വെച്ചാൽ ശ്രുതി. ഇപ്പോൾ നമുക്കിങ്ങനെ ഇപ്പോൾ ഒരു പാട്ടുണ്ടെങ്കിൽ 1000 കണ്ണുവ എന്നുള്ള പാട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിന് ആദ്യത്തെ കോഡ് ഇതാണ്. ആ സ്കെയിലുള്ള സായും പായും ഗായും ഇടണം. ഈ സ്കെയിലിൽ ഞാനിങ്ങനെ
ആദ്യത്തെ കോഡ് ഇടാൻ പോയിട്ട് ഐ വാസ് ഫ്രോസൺ. ഈ സ്കെയിലിൽ പഞ്ചമം ഇല്ല. പഞ്ചമം ഇല്ലെങ്കിൽ നമുക്ക് കോഡിടാൻ പറ്റില്ല. ഞാനീ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന് ഈ രാഗത്തിലെ ഈ പഞ്ചമമില്ല, പായില്ല. ഏത് കോഡിടും? പഞ്ചമമില്ലാതെ കോഡ്. അപ്പോൾ ഐ വാസ് വേർത്ത് പോയി. ഇരുന്ന് ഇരിപ്പില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റ് ഞാൻ വെറുതെ അങ്ങനെ ഇരുന്ന് മരവിച്ച് പോയി. ഞാൻ വേർത്തു. എന്നിട്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചെയ്യണമല്ലോ. വീണത് വിദ്യ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ പഞ്ചമയില്ലെങ്കിൽ അതിൻ്റെ അടുത്ത നോട്ടം കിട്ടേക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു കോഡ് ഇട്ടിട്ട് ഐ ഡിഡ് വാട്ട് എവർ ഹി ആസ്ക്ഡ് മീ ടു ഡു യൂസിങ് കോഡ്സ് വിച്ച് ആർ ഇൻ ദ രാഗ. ആ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഹി കെയിം ഡൗൺ ആൻഡ് ഹി ആസ്ക്ഡ് his one. There is orchestrators in Bombay, you know. The music directors mainly compose the tune for the lyrics. That is their main job. And ഒരു പക്ഷേ ഇൻട്രൊഡക്ഷണൽ ഇൻ്റർവ്യൂവിലൊക്കെ എന്തെങ്കിലും ചെറിയ പീസസൊക്കെ സരിഗമയിൽ പറഞ്ഞു കൊടുക്കും. പക്ഷേ ദി ടോട്ടൽ കൺട്രോൾ ഓഫ് ദി ഓർക്കസ്ട്ര ചെയ്യുന്നത് ഗോവക്കാരാണ്. അവർക്കാണ് ഈ വെസ്റ്റേൺ നൊട്ടേഷൻ അറിയാവുന്നതും. മറ്റേ ആളോട് പറയും 4 താളവട്ടം വായിക്കേണ്ട, മിണ്ടാതിരിക്കണം, അത് കഴിയുമ്പോൾ ഇത് വായിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഇവർ. അപ്പോൾ അവരിതെല്ലാം എഴുതിയെടുക്കുന്ന അവർ. അപ്പോൾ നൗഷാദ് സാഹിബിൻ്റെ വീടിൻ്റെ അടുത്ത് അങ്ങനത്തെ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് മിസ്റ്റർ മാർട്ടിൻ പിൻറ്റോ. അപ്പോൾ അയാളുടെ വേലക്കാരനോട് നൗഷാദ് സാഹിബ് പറഞ്ഞു, സുബയ്യ ഓ പിൻറ്റോ സാഹിബ്ക്ക് ബുലാവോ. സോ പിൻറ്റോ സാഹിബ് കെയിം. പിൻറ്റോ സാഹിബ് വാസ് ഓൾറെഡി സം 70 years old at that time. He came with a violin, ഒരു തുണിയിൽ ചുറ്റിയിട്ട് കക്ഷത്തിൽ വെച്ചിട്ടുണ്ട്. ഈ came and opened the violin and the Nowshad Sahib said, this boy has done something. ഞാൻ പാട്ട് പാടും, ഞാൻ ഈ ഹാർമോണിയം വായിച്ചുകൊണ്ട് പാടും, പിൻറ്റോ സാബ് ഇതിൻ്റെ കൗണ്ടർ മെലഡി വായിക്കണം, ജെറി സാബ് അവിടെ ഇരുന്ന് പിയാനോയിലിരുന്ന് അതിൻ്റെ കോഡ്സ് ഇടും. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ആ പാട്ടങ്ങനെ ചെയ്തു. ഉടനെ പിൻറ്റോ സാബ് കഴിഞ്ഞ് ആ തുണിയിൽ ചുറ്റി കക്ഷത്ത് വെച്ച് നടന്നു പോവുകയാണ്. അപ്പം നൗഷാദ് സാബ് ചോദിച്ചത്, പിൻറ്റോ സാബ് ആപ്കി ക്യാ രായ് ഹൈ, എന്താ ഒപ്പീനിയൻ എന്താണെന്ന് ചോദിച്ചു. ദ ബോയ് നോസ് വാട്ട് ഹീസ് ഡൂയിങ് എന്നും പറഞ്ഞ് അച്ഛനങ്ങ് പോയി. അങ്ങനെ ഇപ്പം നൗഷാദ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ എല്ലാ ദിവസവും ഇവിടെ 8 മണിക്ക് വരിക, യു ക്യാൻ ബി മൈ അസിസ്റ്റൻറ്റ്, മാസം 100 രൂപ ശമ്പളം തരും. എങ്ങനെയാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ ഒരു ചാൻസ് കിട്ടിയ? ദാറ്റ് വാസ് വെരി സിമ്പിൾ. ഞാനിവിടെ വന്നപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ്, എൻ്റെ അളിയൻ, ബൈ ദ നെയിം ജോസഫ് മാളിയേക്കൽ, ഒരു എരമല്ലൂർക്കാരനാണ്. He was a scientist at the NPOL, National Physiological something, Oceanographic something. So he told, one of his uncles was the Karyastan of Navodaya Path. So ഇപ്പം ഞാനിങ്ങനെ നോക്കി ഇയാൾ പറഞ്ഞ് നോക്കൊരു പണിയാം, എൻ്റെ അങ്കിൾ വഴി നോക്കൊരു കൈ നോക്കാം. അങ്ങനെ അങ്കിൾ പറഞ്ഞ് അപ്പച്ചനോട് പറഞ്ഞ് ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട് പഠിച്ചിട്ട് വന്ന് വിളിക്കുന്നതാണ്. അങ്ങനെ ചാൻസ് കിട്ടി. പോയി. അപ്പം നവോദയ അപ്പച്ചൻ വാസ് വെരി പ്ലസൻറ്റ്. ആൻഡ് എന്നോട് ചോദിച്ചു, ഇവിടെ കുറേ പിള്ളേരുണ്ട്, അത് എൻ്റെ മകനുണ്ട് ജിജു, പിന്നെ ഫാസിൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, പിന്നെ ആരാണ് മലയിൽ, ഏത് മലയിലാണ്, സിബി മലയിൽ, അങ്ങനെ മധു മുട്ടം എന്നൊക്കെ പറഞ്ഞ കുറേ ആളുകൾ അവിടെ ഇരുന്ന് അവർ പുതിയ സിനിമ ഉണ്ടാക്കാൻ നോക്കുക. ഞാൻ പറയും, പ്രേം നസീറും ഷീലയും ഇല്ലെങ്കിൽ നമ്മുടെ ആളുകളൊന്നും സിനിമ കാണാൻ വരില്ല. ഈ ഇത്തിരിക്കില്ലാത്ത പിള്ളേരെ പിടിച്ച് ഹീറോ എന്നാക്കിയിട്ടൊന്നും കാര്യമില്ല. പക്ഷേ എൻ്റെ മകൻ സമ്മതിക്കുന്നില്ല. അവൻ പറയുന്നു, എത്ര നാൾ ഈ എന്താ പറയുക, തച്ചോളി അമ്പുവും തച്ചോളി ഒതനേനെയും കൊണ്ട് നമ്മൾ എത്ര നാൾ ഇരിക്കും നോക്കി സാധാരണക്കാരുടെ കഥ പറയാമെന്നൊക്കെ പറഞ്ഞു. അതായത് ഞാൻ വിചാരിച്ച കുറച്ച് റിസ്ക് എടുത്തിട്ട് ഒരു ചെറിയ സിനിമ ഉണ്ടാക്കാം.
അതിനാണ് പാട്ട് വേണ്ടത്. ഞാൻ പറഞ്ഞു വൈ നോട്ട്, വിൽ ഗിവ് ഇറ്റ് എ ഗോ എന്ന് പറഞ്ഞു. അങ്ങനെ ഐ വാസ് ടേക്കൺ ടു ദി നെക്സ്റ്റ് റൂം. അവിടെ ഇവരൊക്കെ ഇരിക്കുന്ന എന്തൊക്കെയോ വർത്തമാനം പറയുന്നു. അപ്പം എന്നോട് ഫാസിൽ ചോദിച്ചു, ആപ്കി നസറോനെ സംജ എന്ന് പറഞ്ഞൊരു ഹിന്ദി പാട്ടുണ്ട്. ആപ്കി നസറോനെ സംജ ലാനേ നാനേ നനേ നാ, അങ്ങനെ ഒരു പാട്ട്. അതുപോലൊരു പാട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ നോ പ്രോബ്ലം. ആപ്കി നസറോനെ സംജ ഏ മേരി തന്നേ. ഇത്ര എങ്ങനെ ഈ ആപ്കി നസർ എന്നുള്ള ലിറിക്സ് കിട്ടിയാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകാൻ. സോ ദെൻ ദേ ഡിസൈഡഡ്. ദെയർ ഒറിജിനൽ പ്ലാൻ വാസ് MB ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഗ്രേറ്റ് മ്യൂസിക് ഡയറക്ടറിനെയാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വന്ന് പെട്ടപ്പോൾ വിചാരിച്ചു വേറെ മാറി ചിന്തിക്കാമെന്ന് വിചാരിച്ചിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ ഈ സിനിമയിൽ ഇങ്ങനെ ഒരു സീനുണ്ട്. ഈ ചെറുപ്പക്കാരനൊരു ജീപ്പ് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പുറകിൽ നിന്നൊരു പെൺകുട്ടി എന്തോ വിളിക്കുന്നത് പോലെ അയാൾക്ക് തോന്നും, ഇയാൾ വിളിക്കുന്നത് പോലെ തോന്നും. അപ്പം അതാണ് ആദ്യത്തെ പാട്ട്. ഞാൻ പറഞ്ഞു, എങ്ങനെ എടാ മത്തായി അല്ലെങ്കിൽ ശോശാമേ അങ്ങനത്തെ ഒരു വിളിയാണോ? അല്ല, അങ്ങനെയല്ല. അപ്പോൾ ജിജു എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞു, വല്ല മുക്കുറ്റിപ്പൂവേന്നോ അങ്ങനെ. ഓ, മുക്കുറ്റിപ്പൂ നമുക്ക് ഇങ്ങനെ ചെയ്യാമല്ലോ. മുക്കുറ്റിപ്പൂവേ മുക്കുറ്റിപ്പൂവേ. അപ്പോൾ ബിച്ചു തിരുമല അവിടെ ഇരിക്കുന്നുണ്ട്. മുക്കുറ്റിപ്പൂവൊന്നും നമുക്ക് വേണ്ട, നമ്മുടെ കഥയിലേക്ക് നമുക്ക് പോവാം. കഥയിൽ എന്താണ്, ദിസ് ഇസ് എ മാരീഡ് ഗേൾ ആൻഡ് ദിസ് ചാപ്പ് ഹാസ് ഫാളൻ ഇൻ ലവ് വിത്ത് ഹർ. അപ്പോൾ അത് കഥ ഇവിടെ ഈ പാട്ടിൽ കൊണ്ടുവരണം. അങ്ങനെ ബിച്ചു അപ്പം തന്നെ എഴുതി, മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ താണിരുന്നലിഞ്ഞാടിയിടുന്നൊരു സുമംഗലി കുരുവി. അവിടെയാണ് പാട്ടിൻ്റെ മെയിൻ പോർഷൻ. അവിടെ നിന്ന് പോയി. പിന്നെ അപ്പോൾ മഞ്ഞണി എന്താ പറയുക, മഞ്ഞിൽ വീഴുന്ന പൂക്കൾ. ആദ്യം ആളുകളൊന്നും വന്നില്ല കേട്ടോ ആ സിനിമ കാണാൻ. 35 ദിവസം ആ സിനിമ കാണാൻ ആരും വന്നില്ല. പക്ഷേ അപ്പച്ചൻ സാർ അത് വെറുതെ വിട്ടില്ല. ഈ പാട്ടുകളുടെ റെക്കോർഡുണ്ടായിരുന്നില്ല, അതൊക്കെ ഈ കോളാമ്പിക്കാർക്ക് അദ്ദേഹം കേരളം മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അവരോട് പറഞ്ഞു, നിങ്ങളുടെ സിറ്റുവേഷനിൽ അതൊക്കെ ഉപയോഗിച്ചു. അതിൽ സിനിമ എല്ലാ തിയേറ്ററിലും പറഞ്ഞു ഓടിച്ചോളൂ, കാശ് ഞാൻ തന്നേക്കാം. അങ്ങനെ 10-35 ദിവസം ആയപ്പോഴാണ് ജനങ്ങൾ ഈ പാട്ട് കേട്ട് ഇതേത് പാട്ടാണെന്ന് അന്വേഷിച്ച് പിടിച്ച് സിനിമയിലേക്ക് വരാൻ തുടങ്ങി. പിന്നെ there was no stopping it. അടുത്ത സിനിമ ഏതായിരുന്നു? പാടൻ ഇതിന് ശേഷമുള്ള സിനിമ ധന്യ. പൊട്ടിത്താറുമാറായി പോയി. ധന്യ എന്നുള്ള സിനിമ കേട്ടിട്ടുണ്ടോ? അതുകൊണ്ട് നല്ലൊരു പാട്ടുണ്ടല്ലോ തന്നെ, ധന്യ നീയൻ ജീവൻ്റെ ഇതളിൽ കാലം തീർക്കും കണ്ണീരോ. കേട്ടിട്ടില്ലല്ലേ? അത് നവോദയപ്പച്ചൻ്റെ ഒറിജിനൽ കമ്പനിയായ ഉദയക്കാർക്ക് വേണ്ടി. അപ്പോൾ ഫാസിലും ഈ പറയുന്ന ഈ കുഞ്ചാക്ക ബോബൻ്റെ അപ്പൻ ബോബൻ എന്ന് പറഞ്ഞ ആളുമായിട്ട് ഇപ്പോൾ ഇതേ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അപ്പോൾ ഇത് ഹിറ്റായപ്പോൾ അയാൾ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കിക്കൂടി. ആകാമല്ലോ. അങ്ങനെയാണ് ഈ ധന്യ എന്നുള്ള സിനിമ. പക്ഷേ സിനിമ വിജയിച്ചില്ല. ആ പാട്ടുകൾ കുറേ ആളുകളൊക്കെ ശ്രദ്ധിച്ചു. പക്ഷേ കുഞ്ചും ചിലങ്കേ പൊന്നിൻ ചിലങ്കേ, ഈ പാട്ട് ആളുകൾ ഓർക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ അതിലൊക്കെ നല്ല പാട്ടാണ് ഞാനിപ്പോൾ പാടിയത്. ധന്യ നീയൻ ജീവൻ്റെ ഇതളിൽ കാലം തീർക്കും കണ്ണീർ. അത് ലിറിക്സ് എഴുതിയത് നമ്മുടെ യൂസഫ് അലിക്ക് എഴുതിയായിരുന്നു. യെസ്. അങ്ങനെ പിന്നെ ഓരോ സിനിമയുടെ പുറകെ ഇങ്ങനെ പോയി. അപ്പോൾ എനിക്ക് ബോംബെക്ക് പോകാൻ സമയം കിട്ടിയില്ല.
പക്ഷെ അത് കഴിഞ്ഞിട്ട് മലയാളം ഫിലിമിന്റെ മറ്റ് തമിഴ് അങ്ങനെ തമിഴിൽ എനിക്ക് അധികം ചാൻസ് കിട്ടി. രണ്ട് സിനിമയെ ഞാൻ ചെയ്തുള്ളൂ. അത് 2 സിനിമയും വിജയിച്ചില്ല. അപ്പോൾ ഇളയരാജ അവിടെ കൊടികുത്തി വാഴുന്ന സമയത്താണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ അത് എൻ്റെ കുറ്റമല്ല, സിനിമ പൊട്ടി എന്നുള്ളതാണ്. സിനിമ ആസ് എ സിനിമ ഇത് എടുത്ത ആളുകൾ ശരിക്കും എടുത്തില്ല. എൻ്റെ പാട്ട് ഞാനിങ്ങനെ എൻ്റെ അകത്ത് നിனைവോ ഒരു പറവൈ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പാട്ടുണ്ട്, SP ബാലസുബ്രഹ്മണ്യം പാടിക്കുക. എൻ കൺമണി എൻ പാടൽ കേളടി എൻ കൺമണി ലലാലലി ലലി ലലാലലി അൻപേ കാണാവരും ലലി നനി നനി, ഇങ്ങനെ പാട്ടുകളുണ്ടായിരുന്നു. ദേവർ മ്യൂസിഷ്യൻസിനെ ഇഷ്ടപ്പെട്ടു, പക്ഷേ സിനിമ വിജയിക്കാഞ്ഞതുകൊണ്ട് ആരും ശ്രദ്ധിച്ചു. അതുപോലെ വേറൊരു പടം തുടങ്ങി വെച്ച് കംപ്ലീറ്റ് ആയില്ല. അങ്ങനെ സാറിന് എന്തെങ്കിലും ഒരു പ്രത്യേക പാട്ടുകാർ തന്നെ വേണം അങ്ങനെയൊക്കെ എക്സിസ്റ്റൻസ് ഉണ്ടായില്ല? യേശുദാസ് വേണം, അല്ലേ ഇത് വേണം, അങ്ങനെ എനിക്ക് നിർബന്ധമില്ല. പക്ഷേ ഇൻഡസ്ട്രിയുടെ ഫോഴ്സ് അനുസരിച്ച് യേശുദാസ് പാടിയാൽ ഷുവർ ഹിറ്റാണല്ലോ. അപ്പോൾ യേശുദാസിനെ കൊണ്ട് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ പാട്ടുകളും പാടിച്ചിരിക്കുന്നത്. നമ്മുടെ മറ്റേ പാട്ടുകാരൻ്റെ പേരെന്താ, ജയചന്ദ്രനെ കൊണ്ട് ഏതാനും പാട്ടുകളെ പാടിച്ചിട്ടുള്ളൂ, പക്ഷെ പാടിച്ചിട്ടുണ്ട്. സാറിന്റെ എക്സ്പെക്ടേഷൻസിലും കവിഞ്ഞ് പാടിയിട്ടുള്ള ഗായകന്മാർ അങ്ങനെ ഉണ്ടോ? എനിക്ക് SP ബാലസുബ്രഹ്മണ്യത്തെ പറ്റി പറയാം. എൻ്റെ എക്സ്പെക്ടേഷനിലും കവിഞ്ഞ് വന്നിരിക്കുന്ന ആൾ SP ആണ്. എനിക്ക് ഈ പറഞ്ഞ ഈ പാട്ട് ഉദാഹരണത്തിന്. അപ്പോൾ അദ്ദേഹത്തിന് ഈ പാട്ടങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹീ വിൽ ഹാവ് ഹിസ് ഓൺ വേ ഓഫ് ബ്രിങ്ങിങ് ഔട്ട് വിത്തൗട്ട് സ്പോയിലിംഗ് ദി ഒറിജിനൽ ട്യൂൺ. So when I became Naushad Saab's assistant, one of my job was to occasionally see what happens is Rafi Saabum Lata Mangeshkarke ഇവർ പഴയ ആളുകളായതുകൊണ്ട് പിന്നെ നൗഷാദ് സാബ് പറയും നമുക്കൊരു പാട്ട് പഠിക്കണമല്ലോ എന്ന് പറയുമ്പോൾ അവർ ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് വരും. എന്നിട്ട് അവർ ഇരുന്ന് പഴയ കഥകളൊക്കെ പറഞ്ഞതിൻ്റെ ഇടയിൽ കൂടി ഈ പുതിയ പാട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ സമയത്ത് നൗഷാദ് സാബ് പറയും, ജെറി സാബ് ആയേ ബൈഠിയെ ഐ എം ഗോയിങ് ടു ടീച്ച് ദീസ് ഫെലോസ് ദിസ് ട്യൂൺ. എന്തെങ്കിലും നമ്മൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യാസം വരികയാണെങ്കിൽ എന്നോട് പ്രത്യേകം ഒന്ന് പറയണമെന്ന് പറയാം. അപ്പോൾ അങ്ങനെ എനിക്ക് അവിടെ ഇരുന്ന് നൗഷാദ് സാബ് മെമ്മറി ചിലപ്പോൾ തെറ്റിപ്പോകുമല്ലോ, അപ്പോൾ ഞാൻ കറക്റ്റ് ചെയ്യാം, സാർ ഇങ്ങനെയാണ് അങ്ങനെ എന്നോട് അന്ന് പറയുന്നത്. അപ്പോൾ ദാറ്റ് വാസ് വൺ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. ആൻഡ് ഈ മുഹമ്മദ് റഫീ സാബൊക്കെ വെരി സിമ്പിൾ പീപ്പിളാണ്. അവർക്ക് യാതൊരു ഞാൻ വലിയ പാട്ടുകാരൻ എന്നുള്ളൊരു ചിന്തയേ ഇല്ല. ഇപ്പോൾ പ്രൈവറ്റായിട്ട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ മുഹമ്മദ് റഫീ വളരെ സിമ്പിളായിട്ട് സാർ ഹമേ കുച്ച് നഹി ആത്ത. റഫീ സാബ് ക്ലാസിക്കൽ മ്യൂസിക്കൊന്നും പഠിച്ചിട്ടില്ല. ഈസ് എ നാച്ചുറൽ സിംഗർ. എവിടെ നിന്ന്, ലാഹോറിൽ നിന്നോ ആ ഭാഗത്ത് നിന്ന്, അമൃത്സറോ സംതിങ് ലൈക്ക്. സോ അതിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസാണ് ഹമേ കുച്ച് നഹി ആത്ത, ആപ് ജോ കഹത്തെ ഹൈ ഹം ഗാത്തെ ഹൈ. But that is the relationship. Lata ji also, she was not that communicative with me, but I was able to sit in her session and point out a few changes and this and that. Mukesh was very friendly, was happy-go-lucky chap. He used to say, Jerry, I don't know why these people like my singing. I am singing Besira. ഞാൻ പറയുന്നത്, ഞാൻ ഈ അപശ്രുതി പാടുന്ന ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടം, ഞാനെന്ത് ചെയ്യും, അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു. മന്നാടെ വാസ് ഓഫ് കോഴ്സ് വെരി ക്ലാസിക്കലി ട്രെയിൻഡ് പക്ക സിംഗർ ആൻഡ് വി വർക്ക്ഡ് വെരി വെൽ ഓൾസോ. സോ മെനി, ഫോർ എക്സാമ്പിൾ മന്നാടെ പാടിയ ഒരു പാട്ട് ഞാനിപ്പോൾ ചിന്തിക്കുകയാണ്. മന്നാടെ ഏതായത് പാടിയത്, ജന്തരിയ കട്ടത്തി ജായേ രേ ഉമ്മരിയ ഘട്ടത്തി ജായേ രേ. അത് മദർ ഇന്ത്യയിലായിരുന്നു. ആ സമയത്ത് ഞാനില്ല, ഞാനിപ്പോൾ ഒന്ന് ഉദാഹരണം പറഞ്ഞു തന്നത്. അപ്പം മന്നാടെ, പിന്നെ ദർ വാസ് മഹേന്ദ്ര കപൂർ ഓൾസോ. അങ്ങനെ ഓൾ ദീസ് പീപ്പിൾ വി ഇൻറ്ററാക്റ്റഡ് ആൻഡ് വർക്ക് ടുഗെദർ.
അത് അവിടുന്ന് സർ പിന്നെ ഒരു ബ്രേക്ക് എടുത്തിട്ട് വെസ്റ്റ് അതെ അതെ, ഞാനിങ്ങനെ വർക്ക് ചെയ്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഗോവാക്കാരാണല്ലോ ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഗോവാക്കാർക്ക് ഇന്ത്യൻ മ്യൂസിക്കിനോട് അത്ര താല്പര്യമില്ല. അവർ ഇന്ത്യൻ മ്യൂസിക് പഠിച്ചിട്ടില്ല. നമ്മുടെ രാഗങ്ങളോ താളമോ അവർക്ക് അറിഞ്ഞുകൂടാ. അവർ ഇത് കേട്ട് എഴുതിയെടുത്തിട്ട് അവരുടേതായ ശൈലിയിൽ വെസ്റ്റേൺ ഓർക്കസ്ട്ര അതിൻ്റെ കാര്യങ്ങൾ കോഡ് സെലക്ട് ചെയ്ത് അത് അവർ ഓർക്കസ്ട്രേറ്റ് ചെയ്യും. ഏത് ഇൻസ്ട്രുമെൻ്റ് എപ്പോൾ വായിക്കണം, ഏത് ഇൻസ്ട്രുമെൻറ്റിനോട് വേറെ ഏതൊരു ഇൻസ്ട്രുമെൻറ്റ് കൂട്ടിച്ചേർത്ത് വായിക്കാം എന്നൊക്കെയുള്ളത് അവരുടെ കയ്യിലായി. അപ്പോൾ അവരെ ചെയ്തപ്പോൾ പലപ്പോഴും ഇന്ത്യൻ രാഗത്തിലുള്ള ചില വർജ്ജസ്വരങ്ങളുണ്ട്. ഉദാഹരണത്തിന് മോഹനത്തിൽ അതിൽ സരിഗമയില്ല, സരിഗപധ നീയില്ല. അപ്പം മായും നീയും ഈ രാഗത്തിലില്ല. പക്ഷേ ഒരു പാട്ടുണ്ടെന്നിന് മോഹനത്തിലൊരു പാട്ടുണ്ടെങ്കിൽ ദ ഹാബിറ്റ് കൊണ്ട് വെസ്റ്റേൺ ഹാബിറ്റ് ഇത് സപ്പോസ് ഐ സേ ഒരു പാട്ടൊന്ന് ചുമ ഉണ്ടാക്കിയ അങ്ങനെ ഒരു പാട്ട് പോകും. ഇവരെന്ത് എടുക്കും, ഈ വെസ്റ്റേൺ മ്യൂസീഷ്യൻസ് ഇങ്ങനെ ഒരു കോഡിടും. അതിലിത് കണ്ട മാ എന്നുള്ള സ്വരമാണ് ഇട്ടിരിക്കുന്നത്. അതിടാൻ പാടില്ല. വാട്ട് ഷുഡ് ഹാവ് ബീൻ റൈറ്റ് ഇങ്ങനെ ഇട്ടാൽ അപകടമില്ല, പക്ഷേ ഇങ്ങനെ ഇട്ടാൽ പോയി. അപ്പോൾ ഇതെങ്ങനെ ഇടുന്നതൊക്കെ ഒരു ഹാബിറ്റായിപ്പോൾ ആരും ചോദിക്കുന്നില്ല. അങ്ങനെ ഐ ഫൗണ്ട് ഔട്ട് ദ Goan musicians, they were very gifted people, but since they did not know these finer points of Indian music, they used to make mistakes in this regard. So I thought, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇത് നമുക്ക് ഫ്രം ദ റൂട്ട് ശരിക്കും തന്നെ ഇത് പഠിക്കണം. അപ്പോൾ എൻ്റെ ചേട്ടൻ അമേരിക്കയിലുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എനിക്ക് അവിടെ വന്നാൽ കൊള്ളാമെന്നുണ്ട്, ഐ വോണ്ട് ടു സ്റ്റഡി വെസ്റ്റേൺ മ്യൂസിക് പ്രോപ്പർലി. ഓക്കെ യു കം എന്ന് പറഞ്ഞാൽ ചേട്ടൻ ടിക്കറ്റ് അയച്ചു തന്നു. ഞാൻ അങ്ങോട്ട് പോയി. അവിടെ സേവിയർ യൂണിവേഴ്സിറ്റി ഓഫ് ലൂയിസിയാന എന്ന് പറയുന്ന ന്യൂ ഓർലീൻസ് എന്ന് പറയുന്ന സിറ്റിയിൽ കന്യാസ്ത്രീ അമ്മമാർ നടത്തുന്ന ഒരു യൂണിവേഴ്സിറ്റി, ഒരു കോളേജാണ്. അത് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഐ സ്റ്റഡീഡ്. ഇവിടുത്തെ കംപ്ലീറ്റ് കട്ട് ഓഫ് ചെയ്തപ്പോൾ ഇവിടെയൊക്കെ പോയി, ഇവിടെ നിന്നൊക്കെ പോന്നു. ബോംബെ വിട്ടു, കേരളത്തിലേക്ക് വന്നില്ല, അങ്ങ് പോയി, ഒറ്റ വിടില്ല. അവിടെ ചെന്ന് ഐ വാസ് ഏബിൾ ടു ഡു എ 4-year കോഴ്സ് ഇൻ 2 years. ബിക്കോസ് സിസ്റ്റേഴ്സ് പറഞ്ഞു യു ഹാവ് ഹ്യൂമാനിറ്റീസ് ആവശ്യത്തിലധികമുണ്ട്, അപ്പോൾ അതൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട, യു ഫോക്കസ് ഓൺ മ്യൂസിക്കൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ. സോ ഐ വാസ് ഏബിൾ ടു ഫിനിഷ് മൈ എന്താ പറയുക എ ബാച്ചിലർ ഓഫ് മ്യൂസിക് എന്ന് പറയും, BM ഇൻ 2 years. അതിനുശേഷം ഐ വാസ് അഡ്വൈസ്ഡ്, ഒരു കന്യാസ്ത്രീ അമ്മ എന്നോട് പറഞ്ഞു, യു ഷുഡ് അപ്ലൈ ടു വാട്ട് ഇസ് ഇറ്റ് കോൾഡ് Ivy League യൂണിവേഴ്സിറ്റീസ്. നോട്ട് അവിടെ 2500 കോളേജസ് അമേരിക്കയിലുണ്ട്. അപ്പോൾ അത് ഒരുപാട് സ്റ്റേറ്റ് കോളേജസ് ഉണ്ടല്ലോ, അതിലൊന്നും അപ്ലൈ ചെയ്യേണ്ട, ഈ ടോപ്പ് കോളേജിൽ മാത്രമേ അപ്ലൈ ചെയ്യാവൂ എന്ന് എന്നോട് പറഞ്ഞു. അതിനനുസരിച്ച് ഞാൻ ഈ 10 സ്ഥലങ്ങളിൽ ലൈക്ക് യെയിൽ, കൊളംബിയ, കോർണൽ, സ്റ്റാൻഫോർഡ് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടല്ലോ കുറേ, UCL, അവരെല്ലാവരും എനിക്ക് അഡ്മിഷൻ തന്നു. പക്ഷേ കോർണൽ യൂണിവേഴ്സിറ്റി എനിക്ക് അഡ്മിഷനും തന്നു, ഒരു വർക്ക് സ്റ്റഡി പ്രോഗ്രാം തന്നു. ക്ലാസ് റൂമിൽ എനിക്ക് ടീച്ച് ചെയ്യണം, അതിന് മാസം അവർ $3 എനിക്ക് തരും. അപ്പോൾ നാച്ചുറലി നമുക്ക് അതാണല്ലോ ആവശ്യമായിരുന്നത്. അങ്ങനെ ഐ ടു കോർണൽ. അവിടെ ഞാൻ ഇറ്റ് ടുക്ക് മീ മോർ ദാൻ 4 years ടു കംപ്ലീറ്റ് മൈ ഒറിജിനൽ എയിം വാസ് ടു സ്റ്റഡി ഫോർ doctorate. But I found it's a yeoman task because it's an enormous, we have to compete with the best brains from New York City, Jewish boys and girls avade muzhuvanulla evade ee Cornell University. In fact, Cornell University is established by a Jew by the name Ezra Cornell. അങ്ങനെ അവരുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത് ആദ്യം. പിന്നെ അവർ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോൾ I found I can't take so long to finish my doctorate. It would take nearly 8 years or something. So I wound up with a master's degree and I said that should do. അങ്ങനെ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫ്ലഷിംഗ് ന്യൂയോർക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, അവിടെ ക്വീൻസ് കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജ്, ആക്ച്വലി ഇറ്റ് ഈസ് എ യൂണിവേഴ്സിറ്റി. അവിടുത്തെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് ജോലി കിട്ടി.
ഐ അപ്ലൈഡ് ത്രൂ സം അക്വൈൻറ്റൻസ്. അങ്ങനെ ജോലി കിട്ടി. അവിടെ 2 കൊല്ലം ഞാൻ ക്ലാസ് റൂം ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്തു. ആദ്യത്തെ സ്റ്റെപ്പാണ് ഇൻസ്ട്രക്ടർ. അത് കഴിഞ്ഞ് പിന്നെ അത് ഇതൊക്കെ പറഞ്ഞു അസിസ്റ്റൻറ്റ് പ്രൊഫസർ അങ്ങനെ പോകും. അപ്പോൾ ഇൻസ്ട്രക്ടറായിട്ട് ഞാൻ 2 കൊല്ലം വർക്ക് ചെയ്തപ്പോൾ ഈ യൂണിവേഴ്സിറ്റി ന്യൂയോർക്ക് മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അവിടെ ഒരു ഓയിൽ ക്രൈസിസ് 1975 ഒരു ക്രൈസിസ് വന്നു. അപ്പോൾ അവർ പറഞ്ഞു നോ മോർ മണി ഫോർ ദിസ് യൂണിവേഴ്സിറ്റി. ഒരു ദിവസം ഞാനും വേറെ എന്നെക്കാളും സീനിയറായിട്ടുള്ള കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കോളേജിൽ ചെന്നപ്പോൾ ചെയർമാൻ വന്നിട്ട് പറയാണ്, ബോയ്സ് വി ഹാവ് റൺ ഔട്ട് ഓഫ് മണി, സോ ഡോണ്ട് കം ഫ്രം ടുമോറോ ടു ടീച്ച്. വെരി സിമ്പിൾ. കൊടിയില്ല വടിയില്ല ഒന്നുമില്ല, ജോലി പോയി. ദെൻ ഐ സ്റ്റാർട്ടഡ് ഫോർ മൈ സർവൈവൽ വീടുകളിൽ കുട്ടികളെ പിയാനോ പഠിപ്പിക്കാൻ. ദാറ്റ് വാസ് ഗുഡ് ദോ. ബട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിനല്ലല്ലോ ഞാനിവിടെ അമേരിക്കയിൽ വന്നത്. വെസ്റ്റേൺ മ്യൂസിക് പഠിച്ചിട്ട് എൻ്റേതായ ആംഗിളിൽ കൂടി ഫിലിംസ് മ്യൂസിക് ശരിയായ വിധത്തിൽ കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹത്തിൽ വന്നതാണ്. അപ്പോൾ ഞാനെൻ്റെ ചേട്ടനോട് കൺസൾട്ട് ചെയ്ത് പറഞ്ഞു, ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് യു ഗോ ബാക്ക് ടു ഇന്ത്യ, യു മേ ഗെറ്റ് സം ഗുഡ് ഓപ്പർച്യൂണിറ്റി ദർ. ഹിയർ ഇസ് എ ട്രെമെൻഡസ് കോമ്പറ്റീഷൻ, ഇറ്റ് വിൽ ടേക്ക് യു എ ലോങ് ടൈം. അങ്ങനെ ഏതായാലും അങ്ങനെ ഞാൻ തിരിച്ചു വന്നു. തിരിച്ചിപ്പോൾ ബോളിവുഡിൽ ബോംബെ പോകാൻ തോന്നിയില്ലേ? അങ്ങനെ ഒരു പ്ലാൻ ഇല്ല, ആദ്യം വീട്ടിൽ വരണമല്ലോ. വീട്ടിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞു, എടാ നീ കിളവനായി, വേഗം കല്യാണം കഴിക്കാൻ പറഞ്ഞു. ഐ വാസ് 40 years. അങ്ങനെ പിന്നെ പെണ്ണ് കാണില്ലായി. പെണ്ണ് കണ്ട് കല്യാണം കഴിച്ചു. മൈ വൈഫ് ബിക്കെയിം പ്രഗ്നൻറ്റ്. അപ്പം ഞാൻ ഈ വൈഫിനെ ഇട്ടിട്ട് എങ്ങനെ ബോംബെ പോവുക? യേശുദാസിനുള്ള ഏറ്റവും നല്ല ഗുണം ആ വോയിസിൻ്റെ ക്വാളിറ്റിയാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പാട്ട് സൂക്ഷിച്ച് പഠിച്ചിട്ട് ആ വോയിസ് വരുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ആകർഷണം ഉണ്ട്. ഇപ്പോൾ ആദ്യം പറഞ്ഞപ്പോൾ റഫി സാബിന്റെ കാര്യമാണെങ്കിലും SPBയുടെ കാര്യമാണെങ്കിലും അവരാരും ക്ലാസിക്കലി ട്രെയിൻഡ് അല്ല. അതൊരു നമ്മൾ പൊതുവേ കാണുന്ന ഒരു നല്ല ഗായകനാകണമെങ്കിൽ ക്ലാസിക്കൽ മ്യൂസിക് ഒരു കമ്പൽസറി പോലെ നമ്മൾ കരുതുന്നുണ്ട്. അത് തെറ്റാണ്. അങ്ങനെ വേണമെന്നില്ല. വേണ്ട. നാച്ചുറൽ സിംഗിങ് ആണ് നമ്പർ 1. അതിനുശേഷം ക്ലാസിക്കൽ പഠിച്ചാൽ കുറച്ചും കൂടി പാട്ട് പഠിച്ചെടുക്കാൻ കുറച്ചും കൂടി എന്താ പറയുക ഈസി ആയിരിക്കും. സ്വരങ്ങൾ പറഞ്ഞു കൊടുക്കാമല്ലോ ആക്യുറസിക്ക് വേണ്ടി. ഇപ്പോൾ പമ പമ ഗ എന്നുള്ള പറഞ്ഞു കൊടുത്താൽ മേല. അത് നല്ല പാട്ടുകാരനാണെങ്കിൽ പറഞ്ഞു കൊടുക്കാതെ ഞാൻ പഠിച്ചോ. പഠിച്ച ആൾക്കാർ കുറെ കൂടെ ടെക്നിക്കലായിട്ട് പോകും. അവർക്ക് അവരുടെ. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ നാച്ചുറൽ സിംഗേഴ്സാണ് ബെറ്റർ സിംഗേഴ്സ്. വേറെ ആരെയും ഒരു പുതിയൊരാളെ കൊണ്ടുവരാം അങ്ങനെ അല്ല, എൻ്റെ കാലഘട്ടത്തിൽ പുതിയ ആളെ കൊണ്ടുവരുന്ന സാധ്യമല്ലായിരുന്നു. യേശുദാസ് ഇല്ലാതെ വേറെ പാട്ടുകാരില്ലെന്നുള്ള ഒരു പ്രീ കൺസീവ്ഡ് നോഷൻ മലയാളികൾക്ക് ഇപ്പോഴും ഉണ്ട്. ഒബ്സഷനാണ്. സോ അതിൽ കയറി നമ്മൾ കൈയിട്ട് വാരിയിട്ട് കാര്യമില്ല. ഇറ്റ് ഈസ് ബെറ്റർ ടു ഗോ അലോങ് വിത്ത് ദി ഫ്ലോ. ഒരു ഒബ്സഷൻ ആവാൻ ഒരു കാരണം ഉണ്ടാവില്ലേ ചിലപ്പോൾ യേശുദാസ്? Yesudas is a good singer. Yesudas is a good singer, but he has got more than a good singer. He has got a golden voice. നമ്മൾ യേശുദാസുമായിട്ട് നേരിട്ട് വർത്തമാനം പറയുമ്പോൾ ഹിസ് വോയിസ് ഇസ് ലൈക്ക് അവർ വോയിസ്, നത്തിങ് സ്പെഷ്യൽ. പക്ഷേ ഇദ്ദേഹം ഈ മൈക്കിൻ്റെ മുമ്പിൽ പോയി അദ്ദേഹത്തിൻ്റെ സ്വരം മൈക്ക് കൂടി കയറി ആംപ്ലിഫയറിൽ കൂടി സ്പീക്കറിൽ വരുമ്പോൾ അതിനൊരു ഭയങ്കര ക്വാളിറ്റി ഉണ്ട്, ഒരു ക്രിസ്റ്റൽ ക്വാളിറ്റി, ഒരു നല്ല ബോഡി. നമ്മൾ സാധാരണ നേരിട്ട് കേൾക്കുന്നതിൽ കവിഞ്ഞ് എന്തൊരു പ്രത്യേകത വന്നു ചേരും. പിന്നെ അത് നല്ലൊരു വേഴ്സറ്റൈൽ റേഞ്ചുണ്ട്, താഴത്തേക്കും പോവാം മുകളിലേക്കും പോവാം. അന്നത്തെ നായകർക്ക് അവർ പാടുന്ന പോലെ തന്നെ തോന്നും. അത് എങ്ങനെ ഓരോ നായകർക്കും മധുവിന് വേണ്ടി പാടുമ്പോൾ മധു പാടുന്ന പോലെ തോന്നും, നാസിറിന് വേണ്ടി നസീർ. അത് സിനിമയുടെ കളിയാണ് സാർ. ഇത് ആരും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് എന്തെങ്കിലും മോഡുലേഷൻ വരുന്നത് അങ്ങനെയൊന്നുമില്ല. യേശുദാസ് അങ്ങനെ പാടുന്നു, അല്ലാതെ നമ്മൾ ഇങ്ങനെ നമ്മുടെ മനസ്സങ്ങ് കൽപ്പിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മുകേഷ്, രാജ് കപൂറിന് മുകേഷ് പാടിയിരുന്നു. അപ്പോൾ രാജ് കപൂറിൻ്റെ പെർഫെക്റ്റ് മാച്ചാണെന്ന് എല്ലാവരും പറയുമായിരുന്നു. അങ്ങനെയൊന്നുമില്ല. അതിനുശേഷം നമ്മുടെ മനസ്സിലുള്ള ഒരു സിനിമ പാട്ടാണ് 1000 കണ്ണുമായി എന്നുള്ളൊരു
ആ പാട്ടിന്റെ ഒരു പിറവി എങ്ങനെയായിരുന്നു? വെരി സിമ്പിൾ. ഞങ്ങളെ, അതായത് എന്നെയും ബിച്ചു തിരുമലയും കൂടി ഒരു ബ്രദേഴ്സ് ഹോട്ടലുണ്ട് അവിടെ ആലപ്പുഴയിൽ. അവിടെ ഒരു മുറിയിൽ കയറ്റിയിരുത്തിയിട്ട് ഫാസിലി കഥ പറഞ്ഞു, അമ്മുമ്മയുടെയും കൊച്ചുമകളുടെയും കഥ. എന്നിട്ട് പറഞ്ഞു, ഇത് അമ്മുമ്മയും കൊച്ചുമകളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിന് പറ്റിയൊരു മൂഡ്, ഒരു കാത്തിരിപ്പ്. പിന്നെ ഇത് ഹാപ്പി ആയിട്ട് പാടണം, പിന്നീട് ഇത് സാഡായിട്ടും പാടണം. അതുകൂടാതെ ഈ പാട്ട് കേട്ടാൽ സാധാരണക്കാർക്ക് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരണം. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് നോസ്റ്റാൾജിയ എന്നൊരു വാക്കാണ്. എത്രയും പറഞ്ഞിട്ട് ഫാസിൽ സ്ഥലം വിട്ടു. ഞാനും ബിച്ചും കൂടി അവിടെ ഇരുന്ന് എന്ത് ചെയ്യാനാണെന്ന് അറിഞ്ഞുകൂടല്ലോ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അവിടെ മേശപ്പുറത്തൊരു പുസ്തകം ഉണ്ടായിരുന്നു. അതറിയാതെ ബിച്ചുവിൻ്റെ കൈമുട്ടി. ഒരു തടിയൻ പുസ്തകം. നോക്കിയപ്പോഴാണ് ചങ്ങമ്പുഴയുടെ കൃതികൾ. ആ മുറിയിൽ ആ പുസ്തകം അവിടെ വരേണ്ട ഒരു കാര്യമില്ല, എവിടെ നിന്ന് വന്നെന്നാവും. അപ്പോൾ അദ്ദേഹം അത് തുറന്ന് നോക്കിയപ്പോൾ ചങ്ങമ്പുഴയുടെ പാട്ടുകൾ. ഓഹോ! അപ്പോൾ ചങ്ങമ്പുഴ പദ്യവും എഴുതിയിട്ടുണ്ട്, പാട്ടും എഴുതിയിട്ടുണ്ട്. അപ്പോൾ പാട്ടെന്ന് പറയുമ്പോൾ കവിത വേണം, പക്ഷേ കുറേ കൂടി ഗ്യാപ്പ് ഇട്ടൊക്കെ എഴുതണം. മറ്റേത് വൃത്തബദ്ധമാണല്ലോ. അപ്പോൾ ബിച്ചു പറഞ്ഞു, പാട്ടുകളിൽ നോക്കാം. നോക്കിയേ പണ്ടടാ, ശ്യാമളേ ശ്യാമളേ സംതിങ് സംതിങ് ശ്യാമളേ. ബിച്ചു പറഞ്ഞു, ഇവിടെ നമ്മുടെ ചങ്ങമ്പുഴ സാറിന് എന്തോ ഒരു നോസ്റ്റാൾജി ഉള്ളതുപോലെ തോന്നുന്നു, ശ്യാമള. അപ്പോൾ ബിച്ചു തന്നെ എനിക്കൊന്ന് ഇങ്ങനെ മൂളി തന്നു, ശ്യാമളേ. അപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല പോകാണല്ലോ. ശ്യാമളേ ശ്യാമളേ നീ ശ്യാമളേ. അപ്പോൾ ബിച്ചു, ശ്യാമള വേണ്ട, ശ്യാമള നമുക്ക് വേണ്ട, നമുക്കിപ്പോൾ വേണ്ടത് അമ്മുമ്മയും കൊച്ചുമകളുടെയും കഥയാണ്. അപ്പോൾ തന്നെ എഴുതി, 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ. അങ്ങനെയാ പാട്ടുണ്ട്. ഈ ലിറിസിസ്റ്റുകളും സംഗീതം മ്യൂസിക് ഡയറക്ടേഴ്സുമായിട്ടുള്ളൊരു പൊരുത്തം ആണല്ലോ ഇപ്പോൾ ഇതിൽ കാണുന്നത്. Absolutely. Bichu is first of all, is a good singer, not only a poet, is a very good singer. അദ്ദേഹത്തിന് നന്നായിട്ട് പാടാൻ അറിയണം. അപ്പോൾ എൻ്റെ ട്യൂണൊക്കെ അദ്ദേഹം മൂളിയിട്ടാണ് എഴുതിയിരുന്നത്. അപ്പോൾ എൻ്റെ ട്യൂണിൻ്റെ ആ ബാലൻസ് അനുസരിച്ച് വാക്കുകളും വരുമായിരുന്നു. ഉദാഹരണം, കിളിയേ കിളിയേ നറുതേൻ മൊഴിയേ, ഏയുടെ കളിയുണ്ടോ, ശിശിരങ്ങളീ വഴിയേ കുളിരിൻ ചിറകിൽ വെളിയാടി വായിതിലേ ചിറകാടി വായിതിലേ. അപ്പോൾ ആ ഏയുടെ എൻ്റെ ട്യൂണിൻ്റെ ബാലൻസ് പോലെ ലിറിക്കലും ബാലൻസ് വരുന്നു. അതൊരു ഭയങ്കര കഴിവാണ്. ഇൻഫാക്ട് എൻ്റെ പാട്ടുകളുടെ വിജയത്തിന് 90% ബിച്ചുവിൻ്റെ ലിറിക്സാണ്. ഇപ്പം ഞാൻ 1000 കണ്ണുവായെന്നൊരു അമ്മായി ചുട്ടപ്പം അങ്ങനെ വെള്ളം ബിച്ചു എഴുതിയിരുന്നെങ്കിലോ എവിടെ പോയി നിന്നാണ് ആ പാട്ട്? സോ ദാറ്റ് ഈസ് ദ ഹോൾ പോയിൻറ്റ്. ലിറിക്സ് ഈസ് ദ ഹാർട്ട് ഓഫ് ദ സോങ്. നമ്മുടെ കൾച്ചറിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ അതാണ്. ദർ ഈസ് നോ സോങ് വിത്തൗട്ട് ബ്യൂട്ടിഫുൾ തോട്ട് വിച്ച് ഇസ് കൗച്ച്ഡ്. മനോഹരമായിട്ട് ആ തോട്ടിനെ അവതരിപ്പിക്കുന്നതിലാണ് നമ്മുടെ പാട്ടിൻ്റെ സക്സസ് ഇരിക്കുന്നത്. ഇപ്പോൾ ഈ കാലത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. പാട്ടുകളുടെ അകത്ത് കഴമ്പില്ല. എന്തൊക്കെയോ പറയുന്നു, വേണ്ടറ പോണ്ടറാന്നോ അല്ലെങ്കിൽ എന്താണ് എനിക്കറിഞ്ഞൂടോ, എന്ത് കുറേ അടിപിടിയൊക്കെയുണ്ട്. അതൊരു ഇൻസ്ട്രുമെൻ്റൊക്കെ ഇട്ട് കസറുന്നുണ്ട്, പക്ഷേ അകത്തൊന്നുമില്ല. നമുക്ക് കേൾക്കാനും എന്താ പറയുന്നതെന്ന് നമുക്കൊരു ക്യൂരിയോസിറ്റി വരുന്നില്ല. നല്ല ലിറിക്സ് ഇല്ല. ലിറിക്സ് ഇല്ലാത്തതാണ് പാട്ടുകളുടെ എന്താ പറയുക ക്വിക്ക് ഡെത്തിനുള്ള കാരണം. ഈ 1000 കണ്ണുമായി പാട്ടിന് ശേഷം ജെറി അമൽദേവ് എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു ചേർച്ച് സോങ് അങ്ങനെ ഒരു ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു ടാഗ് ഉണ്ടായിരുന്നു. അത് ഞാൻ പറയാം. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ദ തിങ് ഈസ്, ആ കഥ കംപ്ലീറ്റ്ലി ക്രിസ്ത്യൻ കഥയാണ്. അമ്മമ്മ പള്ളിയിൽ പോകുന്നു, വികാരിയച്ഛൻ വരുന്നു, വർത്തമാനം പറയുന്നു.
അതിൻ്റെ ഇടയിൽ കൂടി ഈ പാട്ട് അത് പറഞ്ഞ അതിനൊരു ഇത് ഞാൻ പറയാം. അപ്പോൾ അതിലൊരു ക്രിസ്ത്യൻ ചൊവ്വ വന്നതായിട്ട് അനുമാനിക്കുന്നതിൽ തെറ്റില്ല. ഏത് 1000 കണ്ണുമായി കാത്തിരുന്നു നീ. അപ്പം ഓമനേ, ആ പ്രയോഗം ഏതൊരു പള്ളിപ്പാട്ടിൽ ഉള്ള ഒരു ഒഴുക്കാണ്. ഇത് ആളുകൾ ഒരു പക്ഷേ അറിയാതെയോ അറിഞ്ഞോ സസ്പെക്റ്റ് ചെയ്യും. പക്ഷേ അതിന് പകരമായിട്ട് എനിക്ക് പറയാനുള്ളത് മാത്രമല്ല, വേറൊരു പോയിൻ്റ് കൂടി മനസ്സിലാകും. എൻ്റെ ഈ 1000 കണ്ണുമായിക്ക് ഞാൻ ഈ കോഡ്സ് ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ കോഡ്സ് ക്ലാസിക്കലി ഓറിയൻറ്റഡ് കോഡ്സാണ്. എന്ന് വെച്ചാൽ വെസ്റ്റേൺ മ്യൂസിക് ആയിരുന്ന ആക്യുറേറ്റ് സിസ്റ്റം അനുസരിച്ച് കോഡ്. 1000 കണ്ണുമാ കാത്തിരുന്നു നിന്നെ ഞാൻ, ഇങ്ങനെ ഈ കോഡ് കേൾക്കുമ്പോൾ പള്ളിയാണെന്ന് തോന്നും. എന്നാൽ അങ്ങനത്തെ ചേർച്ച് ഓർഗൻ്റെ സ്വരമൊന്നും അല്ല അതിൻ്റെ അകത്തുള്ള. ടിക്കൻ 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 ടിക്കനാണ് ബെൽസ് പോലെയൊക്കെയുള്ള സ്വരമാണ്. അതൊരു വശം. മറുവശം ചിന്തിക്കേണ്ട ഇതാണ്, 1000 കണ്ണുമായി എന്നുള്ള പാട്ടിൻ്റെ പുറകിൽ കിടക്കുന്നത് ഓമന കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടെ കൂടാതെ എന്നുള്ള മലയാള വൃത്തത്തിലാണ് ആ പാട്ടിനുള്ളിൽ കിടക്കുന്നത്. ഓമന കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടെ കൂടാതെ, ഓമന കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടെ കൂടാതെ. അപ്പോൾ ജനങ്ങൾക്ക് ഇത് കയറി പിടിക്കാനുള്ളൊരു പ്രധാന കാരണം എൻ്റെ അഭിപ്രായത്തിൽ ഈ മലയാള വൃത്തമാണ് അതിൻ്റെ അടിയിൽ കിടക്കുന്നത്. പിന്നെ ഈ സിനിമയുടെ പള്ളി ബാക്ക്ഗ്രൗണ്ടുകൾ കുറേ ക്രിസ്ത്യാനിയായിരുന്നു. പക്ഷേ അതേസമയം ഞാൻ ഈ ദൈവദുന്ദുബി എന്നുള്ളൊരു പാട്ടും ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ പലരും പറയുന്നത് അത് രവീന്ദ്രൻ മാസ്റ്ററാണെന്ന്. പൊതുവെ അങ്ങനെ ഒരു അപ്പം എനിക്കിത് ചെയ്യാൻ പറ്റാത്ത ഒരു, അതിൻ്റെ അപ്പുറത്താണ് മറ്റേത്. ശബരിമലയൊരു പൂങ്കാവനം, ശ്രീഭൂതനാഥൻ്റെ സിംഹാസനം, അങ്ങനെ ഒരു പാട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ആര് ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ കർണാട്ടിക് മ്യൂസിക് പഠിച്ചിട്ടില്ലാത്ത അപൂർവം മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഒരാളായിരിക്കാം സാർ. അതെ, ഞാൻ കർണാടിക് പഠിച്ചു, പക്ഷേ ഹിന്ദുസ്ഥാനി പഠിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും രീതിയിൽ ഒരു എന്താ ഒരു ലിമിറ്റേഷൻ ആയിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഓൺ ദ കോൺട്രറി, ലിമിറ്റേഷൻ അല്ല, ഇറ്റ് ഗിവ്സ് യു ഗ്രേറ്റ് ഫ്രീഡം ടു കമ്പോസ്. ഇപ്പം ശബരിമല അത് ഞാനിത് രാഗ് ദുർഗ എന്ന് പറയുന്ന ഒരു രാഗം എടുത്തിട്ടാണ് ഇതുണ്ടാക്കിയത്. ശബരിമലയൊരു പൂങ്കാവനം സരിമ പദ സദ പമ സരി, അതൊരു രാഗമാണ്. അപ്പോൾ അതൊരു ലിമിറ്റേഷൻ അല്ല. ക്ലാസിക്കൽ മ്യൂസിക് അറിയുന്നതൊരു ഭയങ്കര തുറവിയാണ് നമുക്ക്. ഈ ദേവദുന്ദുബി ഒരുപാട് ആഘോഷിക്കപ്പെട്ട, ദാസേട്ടന്റെ പാട്ടുകളിൽ ഒരുപാട് ആഘോഷിക്കപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ്. അതിൽ പൊതുവെ പറയുന്നത് അദ്ദേഹത്തിന്റെ ബേസ് നോട്ടിനെ ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് മനഃപൂർവ്വം ചെയ്താണ്. യേശുദാസിൻ്റെ ഫാന്റാസ്റ്റിക് ബേസാണ് യേശുദാസിനുള്ളത്, യാതൊരു ടെൻഷനും ഇല്ലല്ലോ. അപ്പോൾ ആ പറയുന്നത് ഒരു ശോകരസമായിട്ടുള്ള ഒരു റെൻഡിഷനാണ്. ഈ പാട്ടിന് 2 വേർഷനുണ്ട്, ഒന്ന് താളബദ്ധമായിട്ട് ഫാസ്റ്റായിട്ട്, പക്ഷേ സാഡായിട്ട് വരുമ്പോൾ ഐ എക്സ്പ്ലോയിറ്റഡ് യേശുദാസ് ദാറ്റ് റേഞ്ച്. പിന്നെ അതൊരു രാഗത്തിലും കൂടിയാണ്. അപ്പോൾ ഫാസിൽ ഈ എന്നെന്നും കണ്ണേട്ടൻ്റെ സിനിമ തുടങ്ങിയപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, ഇപ്പോൾ നമ്മൾ അമ്മുമ്മയും വികാരിയച്ഛനൊന്നും ഇതിൻ്റെ അകത്തില്ല, അപ്പോൾ യു ഹാവ് ടു കംപ്ലീറ്റ്ലി വേറൊരു പാലറ്റിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് നോട്ട് ഡിഫിക്കൽട്ട്, ബിക്കോസ് വി ക്യാൻ രാഗാധിഷ്ഠിതമായിട്ട് അങ്ങ് പോയാൽ പ്രശ്നം തീരും. ഇവൻ്റെ അമ്മയാണെങ്കിൽ പാട്ടുകാരി, ഇവൻ്റെ അമ്മുമ്മ വീണ വായിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ബാക്ക്ഗ്രൗണ്ടിലാണല്ലോ കഥ പോകുന്നത്. അപ്പോൾ ദർ ഇസ് നോ പ്രോബ്ലം. സോ വി ടേക്ക് എ ക്ലാസിക്കൽ ഓറിയൻറ്റേഷൻ. ആൻഡ് ഈ ദേവദുന്ദുബിക്ക് വന്ന വേറൊരു അൺഎക്സ്പെക്റ്റഡ് ഗുണം എന്താണെന്ന് വെച്ചാൽ കൈതപ്രത്തിൻ്റെ ലിറിക്സാണ്. ഇപ്പോൾ ദേവദുന്ദുബിക്ക് പകരം വേറെ എന്തെങ്കിലും പാട്ട് ഭാഗം കിട്ടിയിരുന്നെങ്കിൽ ഇത്രയും ഒരു ലിഫ്റ്റ് ആ പാട്ടിന് കിട്ടുമായിരുന്നില്ല.
പോകുന്നതിന്റെ ഇടയിലാണ് ദാസേട്ടനുമായിട്ട് ചെറിയ എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ട്. അത് പണ്ടായിരുന്നു, ഇപ്പോഴല്ല. അത് ഈ മാമാട്ടിക്കുട്ടി അമ്മയുടെ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവമാണ്. വെരി സിമ്പിൾ. ഞാനും പി ഭാസ്കർ മാസ്റ്ററിൻ്റെ സണ്ണിലോ ഒരു അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, ശശികുമാർ. ഹി വാസ് വർക്കിംഗ് ഫോർ ഹിന്ദു ന്യൂസ് പേപ്പർ. അപ്പോൾ എന്നെ ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ റിലീസായ ശേഷം ഉടനെ എന്നെ വന്ന് അദ്ദേഹം ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ വി ആർ ടോക്കിംഗ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം പലതും പറഞ്ഞ കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു, ദെർ വാസ് എ ടൈം രാജാക്കന്മാരുടെയൊക്കെ കാലത്തുള്ള പാട്ടുകളൊക്കെ നല്ല വീരരസപ്രധാനമായ പാട്ടുകൾ, ഈ ടൈപ്പ്. അപ്പോൾ എൻ്റെ വീരരസം കൊണ്ട് നല്ല ഹെവി വോയിസ്, ഹൊന്നപ്പ ഭാഗവത്, ചിന്നപ്പ ഭാഗവത് അവരൊക്കെ പാടിയിരുന്നത്. അത് കഴിഞ്ഞ് ഈ സാധാരണക്കാരുടെ കഥ പറയാൻ തുടങ്ങിയപ്പോൾ ആ വീരരസം അങ്ങ് മാറിയിട്ട് എല്ലാം ഒരു റൊമാൻറ്റിക് ടച്ചിലേക്ക് വരുന്നു. അപ്പോൾ സുഹാനി രാത് ഢൽ ചുക്കി എന്നുള്ള പാട്ട് വന്നപ്പോൾ വീരരസം പോയിട്ട് ഇവിടെ റൊമാൻറ്റിക്കായി. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, വാട്ട് യു തിങ്ക്, ഇങ്ങനെ റൊമാൻറ്റിക് ശൈലിയിൽ പാടുമ്പോൾ അതിൻ്റെ അല്പം എഫെമിനസി ഇല്ലേ? എഫെമിനസി എന്നുള്ളൊരു നൗൺ ഫോമാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഡെഫിനിഷൻ, റൊമാൻറ്റിസിസത്തിൻ്റെ ഡെഫിനിഷനിൽ എഫെമിനസി ഉണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ മന്നാട്, യേശുദാസ്, മുകേഷ് അവരൊക്കെ പാടുമ്പോൾ അവരുടെ വോയിസിലും ഒരു സ്ലൈറ്റ് എഫെമിനസി ഇല്ലേന്ന്. യെസ്, ഡെഫിനറ്റ്ലി. ബൈ ഡെഫിനിഷൻ ദർ ഇസ് എ സ്ലൈറ്റ് എഫെമിനറ്റ് ക്വാളിറ്റി അതിൻ്റെ അതുകൊണ്ട്. ഇങ്ങനെ പറഞ്ഞു. ആരോ പറഞ്ഞു, ജെറി പറഞ്ഞു ദാസേട്ടന് പെണ്ണുങ്ങളുടെ സ്വരമാണ്. ഇത് യേശുദാസ് കേട്ട് വിശ്വസിക്കാണ്. എന്നിട്ട് നവോദയപ്പച്ചനും മാമാട്ടിക്കുട്ടിയമ്മയുടെ പടം എടുക്കാൻ പോയപ്പോൾ പറഞ്ഞു, അടുത്ത പടം ദാസ് പാടണം, ജെറിയാണ് മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ യേശുദാസ് പറഞ്ഞു, സാറിൻ്റെ കാല് കഴുകി വെള്ളം കുടിക്കാൻ ഞാൻ പാടില്ല ജെറി പറയുന്നത് എനിക്ക് പെണ്ണുങ്ങളുടെ വോയിസാണ്. ഞാൻ നവോദയപ്പച്ചനോട് പറഞ്ഞു. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞാൽ അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞാൻ പള്ളിയിൽ പോയിട്ട് കർത്താവിനോട് പറഞ്ഞിട്ട് വരാമെന്നും പറഞ്ഞ് ആദ്യത്തെ ഫോൺ വെച്ചു. അടുത്ത ആഴ്ച വീണ്ടും വിളിച്ചു. അപ്പോൾ യേശുദാസ് പറഞ്ഞു, പാടാം, ഒരു കണ്ടീഷൻ, എല്ലാ റെക്കോർഡിങ്ങും ഒന്നാമത് ജെറി ഹാസ് ടു സൈൻ ആൻ അപ്പോളജി. ഞാനിങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനൊരു ബ്ലാങ്ക് ഷീറ്റ് തരാം, ഞാൻ ഇട്ട് തന്നേക്കാം, എന്തെങ്കിലും എഴുതി എന്ന് മതി. അപ്പച്ചൻ അക്സെപ്റ്റഡ് ദാറ്റ്. ആൻഡ് ദെർ വാസ് ഇൻ ദി ടൈംസ് ഓഫ് ഇന്ത്യ അല്ല, നമ്മുടെ എക്സ്പ്രസ്സിലെവിടെയോ ഒരു ചെറിയൊരു പുറകിലെ പേജിൽ ജെറി അപ്പോളജൈസസ് എന്ന് പറഞ്ഞത് ഒരു ചെറിയ ന്യൂസ് ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞു, സിനിമാ പാട്ടെല്ലാം തരങ്കിണി സ്റ്റുഡിയോയിൽ ചെയ്യണം. അപ്പോൾ അന്ന് വരെ ആരും തരങ്കിണി സ്റ്റുഡിയോയിൽ സിനിമാ പാട്ടൊന്നും ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ മദ്രാസിൽ നിന്നും മ്യൂസീഷ്യനെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ടാണ് ചെയ്യിച്ചിരിക്കുന്നത്. അപ്പോൾ നവോദയപ്പൻ പറഞ്ഞു, നമുക്ക് മദ്രാസിൽ നിന്ന് ആരെയും കൊണ്ടുവരാനൊന്നും പറ്റില്ല. അപ്പോൾ കൊണ്ടുവരുമ്പോൾ തന്നെ അവരൊരു യാത്ര ചിലവ്, അവർ താമസ ചിലവ്, പിന്നെ അവർ ഡബിൾ പേയ്മെൻറ്റാണ് ചോദിക്കുന്നത്. പിന്നെ ജാനകിയെയും കൊണ്ടുവരാൻ പറ്റില്ല. എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, വി ക്യാൻ ട്രൈ. ഇവിടെയുള്ള മ്യൂസീഷ്യൻസ്, തിരുവനന്തപുരത്ത് ഒരു മ്യൂസീഷ്യൻസ് ഉണ്ടല്ലോ, എറണാകുളത്ത് നിന്നും കുറേ കൊണ്ടുവരാം, പിന്നെ തിരുവനന്തപുരത്ത് നല്ല പാട്ടുകാരുണ്ട്, വിൽ ഗിവ് ഇറ്റ് എ ഗോ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അന്ന് തന്നെ ആ പ്രോബ്ലം തീർന്നു. പക്ഷെ ആളുകളത് ഇപ്പോഴും തെളിവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അദ്ദേഹമായിട്ട് ഇൻ ടച്ച് ആണ്. ഇൻ ടച്ച് എന്ന് വെച്ചാൽ, ഡോണ്ട് തിങ്ക് ഞാനും യേശുദാസ് എല്ലാ ദിവസവും പോയി ഊണ് കഴിക്കുന്നൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ സമയം വെറി യേശുദാസ് now he's living in the United States. He's not here. He comes and goes. Even if I want to go and see him, he has no time, and I'm also not that easily available. No? അതല്ല പോയിന്റ്. ദ പോയിന്റ് ഇസ് ദിസ്, യേശുദാസും ഞാനും കൂടി അന്ന് എല്ലാം പാട്ട് പറഞ്ഞു കൊടുത്ത് പാടി, അതുകൂടി തീർന്നു. ഈ കഴിഞ്ഞ ആക്ഷൻ ഹീറോ വരെ എൻ്റെ പാട്ടാരാ പാടിയിരിക്കുന്നത് 20 വർഷങ്ങൾക്ക് ശേഷം. അതെ. ബ്രേക്ക് എനിക്കറിഞ്ഞൂടാ. നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ എന്നെ വിളിച്ചില്ല എന്നൊരൊറ്റ ട്രൂത്തേ ഉള്ളൂ. ഞാനിവിടെ ഉണ്ടായിരുന്നു. ആളുകൾ പറഞ്ഞു, ജെറി അമലത്തെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു, ഇംഗ്ലണ്ടിൽ എവിടെയൊക്കെ ഇറങ്ങി അടയ്ക്കാണ്. അങ്ങനെയൊക്കെ ചില കിംവദന്തികളൊക്കെ ഉണ്ടായിരുന്നു.
But you never, സാർ മുമ്പോട്ട് പോയി ഡെഫിനറ്റ്ലി നോട്ട്. ഞാനിവിടെ ഫ്രീ ആണ് അല്ലെങ്കിൽ എനിക്ക് ഞാനിങ്ങനെ പറയുന്നത് പ്ലക്കാർഡും പിടിച്ചിട്ട് ആശാന ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ എന്നെ മറക്കല് അതില്ല. അല്ല, അങ്ങനെ വാർത്ത വന്നപ്പോൾ സാർ പുറത്താണോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലാണ്? ഇല്ല, ഐ വാസ് impervious to all this. Nobody calls me, that's all. So, ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. ഇതിനെ ഓവർകം ചെയ്യാൻ ഞാൻ ഒന്നും ചെയ്യില്ല. അതിൻ്റെ ഇടയിൽ കൂടി എനിക്ക് വേറെ ഓഫേഴ്സ് വന്നു. ഐ വാസ് ടീച്ചിങ് അറ്റ് ഇൻ്റർനാഷണൽ സ്കൂൾ ഇൻ ചെന്നൈ. ഐ വാസ് ടീച്ചിങ് ഇൻ സ്റ്റെല്ല മാരിസ് കോളേജ് ഇൻ ചെന്നൈ. അപ്പോൾ ഐ ഗോട്ട് സോ മെനി ഡിഫറെൻറ്റ് ആവന്യൂസ് ടു ഫങ്ഷൻ. പിന്നെ 20 വർഷങ്ങൾക്ക് ശേഷം എബ്രിഡ് ഷൈൻ വന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഭയങ്കര സർപ്രൈസ് ആയിരുന്നില്ലേ? അപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എനിക്ക് സർപ്രൈസ് ഒന്നും തോന്നിയില്ല. സംബടി വാണ്ടിട്ട് എന്നോട് എപ്പോഴും ആളുകൾ പറയും ഞങ്ങളൊരു സിനിമ പിടിക്കാൻ വേണ്ടി സാറ് ചെയ്യണമെന്ന്. യെസ് എന്ന് പറഞ്ഞാൽ ആരും പിന്നെ വരില്ലല്ലോ, ഇങ്ങനെ കഥ പറഞ്ഞു പോയുള്ളൂ. സോ ഐ വാസ് നോട്ട് സർപ്രൈസ്ഡ്. ആദ്യം റെഡി ആയിരുന്നു, അത് ചെയ്യാൻ റെഡി ആയിരുന്നു? ഇല്ല, ഞാൻ എബ്രിഡ് ഷൈൻ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ മ്യൂസിക് കേട്ടിട്ട് ആ സ്റ്റൈലിൽ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നമ്പർ 1. സെക്കൻഡ് തിങ് ഈസ്, ഞാൻ ചെയ്യുകയാണെങ്കിൽ എവറിഥിങ് ഹാസ് ടു ബി അക്കൂസ്റ്റിക്. ഇലക്ട്രോണിക് ഷുഡ് ബി മിനിമം. ഇതൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ എബ്രിഡ് ഷൈനോട് പറഞ്ഞു, എന്നെ വേണ്ട ഷൈൻ, എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞ ആശാൻ ഞാൻ പുറത്താക്കി, മുറിക്ക് പുറത്ത്. പക്ഷേ ഹീ ഡിൻ ലീവ് മീ. നെക്സ്റ്റ് വീക്ക് ഹീ കെയിം അഗെയിൻ. അപ്പോൾ ഞാൻ ഈ കണ്ടീഷൻസൊക്കെ പറഞ്ഞു. ദെൻ ഈ സെഡ് ഞങ്ങൾക്കും ഇതാ വേണ്ട, ഞങ്ങളും ഇലക്ട്രോണിക് സൗണ്ട് കേട്ട് ചെവിയൊക്കെ തീരാറായി, ഞങ്ങൾക്കും വേണ്ട സാറ് പറയുന്ന സാധനം തന്നെ ഇഷ്ടമുള്ളതുപോലെ ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെ ഒരു ബ്ലാങ്ക് കാർട്ട് എനിക്ക് ആശാൻ തന്നു. അതുകൊണ്ട് ഐ വാസ് വെരി ഹാപ്പി. രസമുള്ള പാട്ടായിരുന്നു. ഇത്രയും വർഷം വിട്ട് നിൽക്കുന്നതിന്റെ ചിലർ പറഞ്ഞു കേട്ടൊരു കാരണം യേശുദാസ് എന്നുള്ളൊരു കാരണം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതല്ല ഇപ്പൊ എന്തായാലും അതൊന്നുമില്ല. ഡെഫിനറ്റ്ലി എന്നെ ആരും വിളിച്ചില്ല, അത്രയേ ഉള്ളൂ. പ്രോബബ്ലി ഇങ്ങനെ ഈ പ്രൊഡ്യൂസേഴ്സിനൊരു കിംവദന്തി കേട്ടാലേ, അയ്യോ ഈ ജെറിയും വിളിച്ച് പിന്നെ യേശുദാസിന് വീണ്ടും അവർക്ക് തമ്മിൽ എന്തോ പൊല്ലാപ്പുണ്ട്, വേണ്ടപ്പാ ജെറി അങ്ങ് വിട്ടേക്ക്, യേശുദാസിന് തന്നെ മതി, അങ്ങനെ ചിന്തിച്ച് കാണുന്നതിൽ തെറ്റില്ല. അവർക്ക് വേണ്ടത് ഷുവർ ഫയർ കേസാണ്. അപ്പോൾ അവോയ്ഡ് കൺഫ്യൂഷൻ ചെയ്തിരിക്കുക, അതായിരിക്കാനേ വഴിയുള്ളൂ. യേശുദാസ് തന്നെ വന്ന് പാടിയത്. അതെ, യേശുദാസിനും പാടി. ഒരു ആസ് എ മ്യൂസിക് ഡയറക്ടർ ഒരു പ്യൂരിറ്റൻ ആണോ? പ്യൂരിറ്റൻ? നോ, ഐ എം എ പ്യൂരിസ്റ്റ്. അപ്പോൾ അതിൽ അങ്ങനെ പ്യൂരിസ്റ്റ് എന്ന് പറയുന്നതേ, ശ്രുതി എന്ന് പറയുന്നത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ശ്രുതി ശുദ്ധമായിരിക്കണം. അതിൽ പ്യൂരിറ്റി ഇല്ലെങ്കിൽ പിന്നെ എന്താണ് സാരമില്ല, ആ വയലൻസിൻ്റെ ഔട്ട് ഓഫ് സ്പീച്ചാണ്, തട്ടിക്കോട്ടെ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ താളമാണെങ്കിലും കറക്റ്റായിരിക്കണം, കറക്റ്റായിട്ട് വായിക്കും. അപ്പോൾ ഇങ്ങനെ ആളുകളില്ല വർത്തമാനം പറഞ്ഞാൽ ഇയാൾ മഹാഭയങ്കരയാണ്, കടിപിടുത്തക്കാരനാണെന്ന് പറയും. കടിപിടിക്കാതെ ഒന്നും നടക്കില്ലല്ലോ സാർ. അൾട്ടിമേറ്റ്ലി ഇൻ എനി ഫീൽഡ് വേർ വൈ യു ഡു, അൺലെസ് യു ആർ കമ്മിറ്റഡ് ആൻഡ് ഫോഴ്സ്ഫുൾ, അത് ചെയ്ത് തീർക്കാതെ നമുക്ക് ഒന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ അഴിച്ച് ഇങ്ങനെ ലൂസാക്കി കൊടുത്താൽ ലൂസായി പോവുകയുള്ളൂ, ഒന്നും നടക്കില്ലല്ലോ. പൊതുവെ പറയില്ല ആർട്ടിസ്റ്റുമാർക്ക് ഒരു ഡിസിപ്ലിൻ്റെ ആവശ്യമില്ല, എന്നുള്ളൊരു ചിന്തയുടെ ഭാഗം കൂടി ആകാം. ഐ ആം ഡയറക്ട്ലി ഓപ്പോസിറ്റ്. ആർട്ടിസ്റ്റിന് ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ഹി വിൽ റീച്ച് നോ വെയർ. എല്ലാവരും എടുത്തോളൂ, ആര് വേണമെങ്കിലും എടുത്തു. ഡിസിപ്ലിൻ ഇല്ലാത്ത ആർട്ടിസ്റ്റ് ഹാവ് നോട്ട് ലാസ്റ്റഡ് വെരി ലോങ്. കുറച്ച് നാൾ തിളങ്ങും, പിന്നെ അവരെ കാണില്ല. ആർട്ടിസ്റ്റ് മസ്റ്റ് ഹാവ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ ഇല്ലാതെ എങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ആകുന്നത് ഇൻ ദ ഫസ്റ്റ് പ്ലേസ് ഇഫ് യു ആർ നോട്ട് ഡിസിപ്ലിൻഡ്? ഇപ്പോൾ ഒരു പടം വരയ്ക്കുന്ന ആളാണെന്നിരിക്കട്ടെ, അതിനൊരു ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ തോന്നിവാസം വരയ്ക്കാൻ പറ്റുമോ? അഭിനയിക്കുന്ന ആളാണെങ്കിൽ ടേക്ക് എനി ഫീൽഡ് ഫോർ ദാറ്റ്. മ്യൂസിക് മണിക്കൂറുകളോളം പ്രാക്ടീസ് ചെയ്യണ്ടേ? ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ആർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ബോംബെയിൽ മാഹിം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് താമസിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ താമസിച്ചിരുന്ന അതേ ബിൽഡിങ്ങിൽ ഈ വിലായത്ത് ഖാൻ എന്ന് പറഞ്ഞൊരു സിതാറിസ്റ്റില്ലേ, അദ്ദേഹത്തിൻ്റെ അനിയൻ ഇമ്രത്ത് ഖാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വെളുപ്പിന് 5 മണിക്ക് റിഹേഴ്സൽ തുടങ്ങും ആ ഇൻസ്ട്രുമെൻറ്റ്. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്ക് വന്ന് കാണാൻ ഒന്ന് സാധിക്കും? യു കൻ, ഐ വോണ്ട് ടോക്ക് ടു യു, യു ക്യാൻ സിംഗ്. ഞാൻ അവിടെ ചെന്നു. വെളുപ്പിന് ചെന്നപ്പോൾ
ആശാൻ സിത്താറുമായിട്ട് അവിടെ ഇരിക്കുക, ഞാനൊരു സോഫയിൽ ഇവിടെ ഇരിക്കും. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സരിഗമയുടെ ഒന്നാമത്തെ ലെസണില്ലേ അവിടെ നിന്ന് തുടങ്ങിയാണ് വായിച്ച് 6-6:30 മണിയാകുമ്പോൾ അവരുടെ വൈഫ് വന്നിട്ട് ഒരു കപ്പ് ചായ അവിടെ വെക്കും. ഇയാളിങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിൽ 7 മണിയാകുമ്പോൾ അയാൾക്ക് 2 ആൺകുട്ടികളാണ്. ഒരു കുട്ടി വന്ന് അവിടെ മുള്ളും. ഇതൊന്നും ഇയാൾ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഈ റിഹേഴ്സൽ 8 മണി വരെ, 5 തൊട്ട് 8 വരെ, 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിഞ്ഞ് തുടങ്ങി. ഇങ്ങനെ പോയി 11 മണിക്കൂർ റിഹേഴ്സൽ ഒരു ദിവസം. അപ്പോൾ ഞങ്ങൾ നൗഷാദ് സാഹിബിൻ്റെ റെക്കോർഡിങ്ങിന് സിത്താർ വായിക്കുന്നത് ആദ്യം ഇമ്രത് ഖാൻ ആയിരുന്നു. അപ്പോൾ ഇമ്രത് ഖാൻ സ്റ്റുഡിയോയിൽ വരുമ്പോൾ എല്ലാവരും അങ്ങ് എഴുന്നേറ്റ് നിൽക്കും, അറിയാതെ. അവർക്കറിയാം ഈ ആശാൻ 11 മണിക്കൂർ റിഹേഴ്സ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം സിത്താർ കയ്യിലെടുക്കുമ്പോൾ തന്നെ ഒരു ഇലക്ട്രിസിറ്റി അതിൻ്റെ അകത്ത് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ലേ, മനസ്സിലെന്താണ് അത് ഉടനെ ഇങ്ങോട്ട് വരിക. അപ്പോൾ മ്യൂസിക് ഡയറക്ടർ പറയും, ഫസ്റ്റ് അന്തരയുടെ ഫസ്റ്റ് ഇൻ്റർലൂഡിൽ ഇന്ന രാഗത്തിൽ ഒരു 4 ആവർത്തനം വായിച്ചിട്ട് പെരിയ നീ അല്ലെങ്കിൽ ശുദ്ധ നിഷാദത്തിൽ കൊണ്ട് വിടേക്കണമെന്ന് പറഞ്ഞാൽ മതി, വേറെ ഒന്നും പറയണ്ട. ആ സമയമാകുമ്പോൾ ഇയാൾ വിട്ടാ ഫിനിഷ്ഡ്, ഒരു തെറ്റുമില്ല, ഒന്നുമില്ല. അങ്ങനത്തെ മ്യൂസീഷ്യനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് റിഹേഴ്സലിന് പറഞ്ഞ് ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ വാട്ട് ക്യാൻ അതെന്ന് വല്ലതും ചെയ്യാൻ പറ്റും. ഡിസിപ്ലിൻ ഈസ് ആബ്സല്യൂട്ട് മസ്റ്റ് ഫോർ ആൻ ആർട്ടിസ്റ്റ്. മുഹമ്മദ് റാഫിയൊക്കെ ഇതുപോലെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു സിംഗർ അങ്ങനെ? ഡെഫിനറ്റ്ലി. അദ്ദേഹം ഒരു പക്ക വീട്ടുകാരനാണ്, വേറെ അനാവശ്യങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. അത് വെരി സിമ്പിൾ മാൻ. എപ്പോഴും പാട്ട്, ആശാന് സമയമല്ലോ, എല്ലാവരും വിളിച്ചിട്ട് പോവുകയല്ലേ. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇപ്പൊ നമ്മൾ കിഷോർ കുമാറിനെയൊക്കെ നോക്കിയാൽ അദ്ദേഹം ഇതുപോലെ ഒരു നാച്ചുറൽ സിംഗർ, ഈ ഒരുപാട് എല്ലാ രീതിയിലുള്ള വൾണറബിലിറ്റീസും ഉണ്ടായിരുന്ന, ഐ മീൻ ഒരു പച്ച മനുഷ്യൻ എന്നുള്ള രീതിയിൽ ജീവിച്ചിരുന്ന, അങ്ങനെയൊക്കെ നമുക്ക് രണ്ട് ടൈപ്പും ചിലര് ഇത് ഈ ഇൻഡിസിപ്ലിൻ കൊണ്ടും സർവൈവ് ചെയ്ത് ചിലരുണ്ട്. പക്ഷേ ദാറ്റ് ഇസ് നോട്ട് ദ റൂൾ, ദാറ്റ്സ് ആൻ എക്സെപ്ഷൻ. ഇപ്പോഴത്തെ കുട്ടികളുടെയൊക്കെ സാറ് നോക്കാറുണ്ടോ? ഞാൻ അധികം കേൾക്കുന്നില്ല സർ. കേൾക്കുമ്പോൾ എല്ലാ പാട്ടുകളെല്ലാം ഒരുപോലെ തോന്നുന്നു. ഓർക്കസ്ട്രേഷൻ എല്ലാം ഒന്ന്, റെക്കോർഡഡ് സൗണ്ട് എല്ലാം ഒന്ന്, അതിൻ്റെ ബാലൻസും എല്ലാം ഒന്ന്. ഇടയ്ക്ക് മുറിക്കും എക്സെപ്ഷൻ ഇല്ലെന്ന് ഞാൻ പറയുന്നു. പൊതുവേ കേട്ടിട്ട് എനിക്ക്, അതായത് അറിവോടുകൂടിയാണ് ഈ പാട്ടുണ്ടാക്കുന്നതെന്ന് എനിക്കൊരു ചിന്ത വരുന്നില്ല. അറിവില്ലാതെ ചെയ്യുന്ന കുറേ കസർത്തുകളായിട്ടാണ് എനിക്ക് കാണാൻ പറ്റും. ആരെങ്കിലും എനിക്ക് ആരും പറഞ്ഞിട്ട് ആരും ഞാനങ്ങനെ ഫോക്കസ് ചെയ്യാറില്ല. ദാസേട്ടൻ 20 വർഷത്തിന് ശേഷം പാടിച്ചപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ പാടുന്ന രീതിയിലോ? തൊണ്ടയിൽ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു, വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു. ഫീമെയിൽ വോയിസിലേക്ക് വാണിജ്യം ഒന്ന് പറയാവോ അവരുമായിട്ടുള്ള? ഫീമെയിൽ വോയിസസിൽ എനിക്ക് പരിചയമുള്ളത്, ആദ്യം ഞാൻ പരിചയപ്പെട്ടത് വാണി ജയറാമൻ, അതിനുശേഷം ജാനകി, അതിനുശേഷം ചിത്ര. ഈ 3 പേരെ എനിക്ക് അറിഞ്ഞുകൂടും. ഇപ്പോൾ വാണി ജയറാമിനെ ഞാൻ പരിചയപ്പെടുമ്പോൾ ഷി വാസ് ഓൾറെഡി ആൻ വെൽ എസ്റ്റാബ്ലിഷ്ഡ് സിംഗർ. ഷി വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ബോംബെ. അതൊരു പ്ലസ് പോയിൻ്റ്. Then I also found Vani Jairam is the most intelligent singer. ഒരു പാട്ട് പറഞ്ഞു കൊടുത്താൽ അതിൻ്റെ റൂട്ടും അതിൻ്റെ എല്ലാം അപ്പം തന്നെ ആ ശരിക്ക് പിടുത്തം കിട്ടും. പിന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യം. 1-2 തവണ പാടിക്കൊടുത്താൽ ഷീസ് ലൈക്ക് ഒരു ഫോട്ടോഗ്രാഫ് എടുത്ത പോലെ അങ്ങ് പാടിക്കോ. അപ്പോൾ വിത്തൗട്ട് എക്സാജറേഷൻ ആയ സ്ഥലത്ത് മഞ്ചാടിക്കുന്നിൽ എന്നുള്ള പാട്ട് യേശുദാസിനെ വാണി ജയറാമിനെ ഒപ്പുവരുത്തിയാണ് ഞാൻ പഠിപ്പിച്ചത്. യേശുദാസ് took nearly half an hour to learn his portion. He is slow but he is sure. അതേസമയം വാണിക്ക് ഒരു പ്രശ്നമില്ല, അവർ പറഞ്ഞു കൊടുത്തത് അപ്പം തന്നെ അവർക്ക് പിടുത്തം കിട്ടി. ഷീ മേ ഹാവ് ടേക്കൺ 5 minutes, that's all. So it's different artists. You cannot say this is better, that is better. It's a different gift. That's it. And others, മറ്റു രണ്ടുപേരും? ജാനകി അമ്മ is a very versatile singer. അവരും ഇവർ വാണി ജയറാമിൻ്റെ അത്രയും വേഗത്തിൽ പഠിക്കുന്നില്ല എങ്കിലും ഷീ ഈസ് ക്വൈറ്റ് ഗുഡ്. പിന്നെ ചിത്ര, ഓഫ് കോഴ്സ് ചിത്ര 1000 ഇത്
മാമാട്ടിക്കുട്ടിയമ്മ വന്നപ്പോഴാണല്ലോ ചിത്രയും ഞാനും കൂടിയായിരുന്നു. ഷി വാസ് 19 years old. സോ ഷി വാസ് വെരി പ്ലയബിൾ. പക്ഷേ ചിത്രകലഗുണം പറഞ്ഞ പോലെ തന്നെ 100% പാടും എന്നുള്ള. ലേണിംഗ് വൈസ് ക്വിക്കായിരുന്നു. ഷി വാസ് ഗുഡ്, ക്വിക്ക് ആൻഡ് യെസ്, അൺനെസസറി ഡിലേ ഒന്നും ഇല്ലായിരുന്നു. ഷി വിഡ് നെവർ മേക്ക് എ മിസ്റ്റേക്ക് ഓൾസോ. പറഞ്ഞൊരു ഫോർ എക്സാമ്പിൾ പിന്നെ മാമാട്ട് കുട്ടിയമ്മേ മാമുണ്ണാനോടിവായോ തേൻകൊമിളച്ചിറകുകളിൽ പാടിവായോ മാമാട്ടി കുട്ടിയമ്മേ, ആ സെക്ഷൻ ഉണ്ടല്ലോ ഒറ്റ ശ്വാസത്തിൽ പാടണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ തന്നെ പറയും. ദാറ്റ്സ് ഫോർ മീ ദാറ്റ് വാസ് ദി അൾട്ടിമേറ്റ് ആസിഡ് ടെസ്റ്റ് ദാറ്റ് ഷീ ഈസ് ഓക്കെ എന്ന് ഞാൻ കണ്ടുപിടിച്ചത്. ആ പോർഷൻ പാടിക്കൊടുത്തപ്പോൾ ആ പറഞ്ഞ പോലെ പാടി. സാറിനെ പോലെ ഈ വെസ്റ്റേൺ മ്യൂസിക്കിൽ ഇതുപോലെ എക്സ്പീരിയൻസ് ഉള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് നമുക്ക് ഇല്ല എന്ന് തന്നെ പറയാം. വളരെ റെയർ ആയിട്ടായിരിക്കും. ഉണ്ട്. ഞാൻ 2-3 ആളുടെ പേര് പറയാം. നമ്മുടെ മലയാളത്തിലില്ല. ഞാൻ പറയുന്നത് സലീൽ ചൗധരി വൺ, ഇവിടെ ബോംബെയിൽ ലക്ഷ്മികാന്ത് പ്യാരില്ല, വെസ്റ്റേൺ മ്യൂസിക് യെസ്, അവർ പഠിച്ചിട്ടുള്ള ആൾ. അമേരിക്കയിലൊന്നും പോയി പഠിച്ചിട്ടില്ല, ബട്ട് ദേ ഹാവ് സ്റ്റഡീഡ് പ്രോപ്പർലി. ഇളയരാജയ്ക്ക് ഇവിടെ ധൻരാജ് എന്നൊക്കെ പറഞ്ഞ് കുറേ നല്ല ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിരലിലുണ്ടാവുന്ന കുറേ ആളുകളുണ്ട്. യെസ്. കമ്പാരിസൺ പോസിബിളാണ്. ഇറ്റ് ഡസൻറ്റ് മീൻ ദറ്റ് ബോത്ത് ആർ ദ സെയിം, ബട്ട് രണ്ട് സിസ്റ്റവും ഡിപ്പെൻഡിങ് ഓൺ, നമ്മൾ പറയുന്ന നമ്മുടെ സംഗീതത്തെ, ഇന്ത്യൻ മ്യൂസിക്കിന് നമ്മൾ പറയുന്നത് ശാസ്ത്രീയ സംഗീതമെന്ന്. ശാസ്ത്രീയ സംഗീതം എന്ന് പറയുന്നതിൻ്റെ പൊരുൾ എന്താണെന്ന് നിങ്ങൾ വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ? സയൻറ്റിഫിക് മ്യൂസിക് എന്നാണ് പറയുന്നത് നമ്മുടെ ക്ലാസിക്കൽ മ്യൂസിക്. സയൻറ്റിഫിക് എന്താ കാര്യം? ഇല്ല, സാധാരണക്കാരുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഈ സാധനം, ഇതൊരു ശ്രുതിയാണ്. ശ്രദ്ധിച്ച് കേട്ടാൽ ഇതിൻ്റെ അകത്ത് സ്വരമുണ്ട്. കേൾക്കാമോ? അതാണ് പഞ്ചമം. ഇപ്പോൾ സായുടെ അകത്ത് പഞ്ചമമുണ്ട്. ദിസ് ഈസ് കോൾഡ് സയൻസ്. ഈ സയൻസിലാണ് നമ്മുടെ മ്യൂസിക് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സായിൽ നിന്ന് പാ വന്നു, പായെ സായായിട്ട് സങ്കല്പിക്കുകയാണ്. അതിൻ്റെ പായാണ് രീ. ഇതിനെ സായായിട്ട് സങ്കല്പിച്ചാൽ അതിൻ്റെ പായാണ് ധ. അതിനെ സായായിട്ട് സങ്കല്പിച്ചാൽ അതിൻ്റെ പായാണ് ഗ. അതിൽ നിന്ന് നീ. ഇങ്ങനെയാണ് സരിഗമ പധനിസ ഉണ്ടായത്. സായിൽ നിന്ന് പാ, പായിൽ നിന്ന് രീ, രീയിൽ നിന്ന് ധ, ധയിൽ നിന്ന് ഗ, ഗയിൽ നിന്ന് നീ. ഇത് ചൈനക്കാരാണ് അത്ര കണ്ടുപിടിച്ചത് ആദ്യം. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു എന്ന് ഇതൊക്കെ തിയറി ഉണ്ട്. So what was your question? Our classical, our എന്താ പറയുന്ന ശാസ്ത്രീയ സംഗീതം on the same principle. Western music is also built on the same principle. Yeah. But നമുക്ക് കുറേ കൂടി നമ്മുടെ ട്യൂൺ കുറച്ചും കൂടി ഡെക്കറേറ്റീവാണ്. അവരുടെ ട്യൂൺ കുറേ കൂടി പ്ലെയിനാണ്. അതാണ് ഈ ഇൻസ്ട്രുമെൻറ്റിന് കണ്ടോ, ഒരു സ്വരം ചാട്ടമാണല്ലോ. ഇന്ന് സാ നമുക്കിൻ്റെ അത് എടുക്കാൻ പറ്റില്ല, സാ നേരിട്ട് വരുള്ളൂ. അപ്പോൾ അതാണ് വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ ഒരു വീക്ക്നെസ് എന്ന് നമ്മുടെ കാഴ്ചപ്പാടിൽ പറയാം. അതേസമയം ഓപ്പറ എന്ന് പറയുന്ന അതിൽ പാടുന്ന ആളുകളൊക്കെ നമ്മുടെ ശൈലിയിലോ എന്നൊക്കെ വലിച്ചു നീട്ടിയൊക്കെ പാടുന്നുണ്ട്. പക്ഷേ അതൊരു എക്സെപ്ഷനാണ്. നമുക്കിവിടെ ഒരു സായിൽ നിന്ന് റീയിലേക്ക് പോയി സരി സ എന്ന് വിറപ്പിച്ചിട്ട് വേണം റീയിലേക്ക് സരി ഗ, ഒരുപാട് ഗ്ലൈഡിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ദാറ്റ്സ് ഇൻ അതർ വേർഡ്സ് നമ്മളെങ്ങനെയാണ് സ്വരവിന്യാസം നടത്തുന്നതിലുള്ള പ്രത്യേകത നമ്മുടെ ഓറിയൻ്റൽ മ്യൂസിക്കിന്. വെസ്റ്റേണിൽ പ്ലെയിൻ വിന്യാസമാണ്. ഒന്നിൽ നിന്ന് വേറൊരു നോട്ടിലേക്ക് ചാടി പോവുകയാണ്. നമ്മൾ ഒരു നോട്ടിൽ നിന്ന് മറ്റേ നോട്ടിലേക്കുള്ള ഇൻ ബിറ്റ്വീൻ ഫ്രീക്വൻസി കൂടി നമ്മൾ ഉപയോഗിക്കുന്നു. ഇതേപോലെ നമുക്ക് ഹിന്ദുസ്ഥാനി കർണാട്ടിക്കും കമ്പയർ ചെയ്യാൻ പറ്റുമല്ലോ. ചിലർ പറയാറുണ്ട് ഹിന്ദുസ്ഥാനി കുറച്ചുകൂടി ഹൃദയം കൊണ്ട് പാടുന്നത് ഹിന്ദുസ്ഥാനിയാണ്, ഇമോഷൻസ് ഹിന്ദുസ്ഥാനിയിലാണെന്ന് പറയാറുണ്ട്. അതിൽ കാരണം എന്താ പറഞ്ഞാൽ അവിടെയും കുറേ കൂടി
ഒഴുക്ക് ഉണ്ട് അവിടെ. നമുക്കിവിടെ കുറച്ചും കൂടി മാത്തമാറ്റിക്കലാണ് ഇവിടുത്തെ കാര്യം. അപ്പോൾ കുറേ സെറബ്രലാണ് ഇവിടുത്തെ. പക്ഷേ നല്ല ഉദാഹരണത്തിന് GN ബാലസുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ പാട്ടുകാരുടെയൊക്കെ പാട്ട് കേട്ടാൽ നമുക്ക് ഈ മെക്കാനിക്കൽ മാത്തമാറ്റിക്കലൊന്നും തോന്നില്ല. അത് ഓരോ ശൈലി. ഇപ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ഹാസ് ബിക്കം വെരി കമേഴ്ഷ്യലൈസ്ഡ് ഞാൻ പറയാം. തുടക്കം തന്നെ കടകടാന്ന് പറഞ്ഞ ബഹളമാണ്. മുമ്പങ്ങനെയുള്ള ആദ്യം നല്ല രാഗവിസ്താരവും ആലാപനങ്ങളൊക്കെ ഒരു അരമണിക്കൂറൊക്കെ പാടിയിട്ടാണ് പാട്ടിലേക്ക് വരുന്നത്. ഇപ്പോൾ അപ്പോൾ യുവർ ക്വസ്റ്റ്യൻ ഈസ് ദ ആൻസർ ടു യു ഈസ് ദിസ്. രണ്ട് സിസ്റ്റത്തിലും ഇമോഷന് സ്ഥലമുണ്ട്. ക്ലാസിക്കൽ മ്യൂസീഷ്യൻസിനെ ശ്രദ്ധിക്കാറുണ്ടോ സർ? എങ്ങനെ പ്രോമിസിംഗ് ആയിട്ട് ആരെങ്കിലും തോന്നാറുണ്ടോ? എങ്ങനെയായിട്ട്? ക്ലാസിക്കൽ മ്യൂസീഷ്യൻസിൽ പ്രോമിസിംഗ് ആയിട്ട് തോന്നുന്നത് ഹിന്ദുസ്ഥാൻ? ഇല്ല I'm not that conversant with the classical musicians, but കുറേ നല്ല പാട്ടുകാർ ഇവിടെ ഉള്ളതായിട്ട് എനിക്കറിയാം. ഉദാഹരണത്തിന് എവിടെയാണ് പേര് ഓർക്കുന്നത്? ഇത് തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ വരുന്നുണ്ടല്ലോ, കൃഷ്ണ എന്ന് പറഞ്ഞൊരാൾ. ഐ ഹാവ് ലിസൺ ടു ഹിം ആൻഡ് ഈസ് വെരി നൈസ്. കേൾക്കാൻ സുഖമുണ്ട്, എല്ലാം ഉണ്ട്. പുള്ളി മ്യൂസിക്കിനെ ഒരു മ്യൂസിക് എന്നുള്ളതിലുപരി ഒരു സോഷ്യൽ ഒരു ചേഞ്ചിന് വേണ്ടിയുള്ള ഒരു വെപ്പണായിട്ട് കൂടി യൂസ് ചെയ്യുന്ന ഒരാളാണ് ടി എം കൃഷ്ണ. ആണോ? എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഐ എം നോട്ട് ഗുഡ് അറ്റ് സിൻസ് ഐ ഡോണ്ട് നോ ദിസ് ആംഗിൾ, ദിസ് സബ്ജക്ട് ദാറ്റ് വെൽ, ഐ വുഡൻറ്റ് ഡെയർ സേ എനിത്തിങ്. യെസ്. സാറിന് ഇപ്പം what excites you the most? Like, I mean, you have seen everything, like, എന്താണ് സാറിനെ ഇപ്പം ഈ എക്സൈറ്റ്, like what keeps you going? Like, what keeps me going? To sing India. അത് എല്ലാവരും കൂടെ ഒപ്പം പാടിക്കുക. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ഡിസിപ്ലിൻ ഓൾ ടുഗെദർ. ഒരാളെ കൊണ്ട് പാടിപ്പിക്കുന്നത് ഈസിയാണ് സാർ. ഇത്ര ആളുകൾ കൊണ്ട് ഒരുപോലെ പാടിപ്പിക്കുക. അതേസമയം അവർ 4 ഡിഫറെൻറ്റ് ട്യൂൺസ് ഒരേ സമയത്ത് പാടുക. സോ ദാറ്റ് കീപ്സ് മീ ഗോയിങ്. അതർ ദാൻ ദാറ്റ്, പിന്നെ വി ഹാവ് ഡ്രീംസ്, ഡ്രീംസ് ഓഫ് കമ്പോസിങ് എ സിംഫണി ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ബട്ട് ദാറ്റ് കോൾസ് ഫോർ, നമുക്ക് അതിന് തന്നെ ഒരു വർഷം മാറി ജീവിക്കണം. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ, വേറെ ഡിമാൻഡ്സ് ഒന്നും ഇല്ലാത്തൊരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്നാലേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. വെറുതെ സിംഫണി എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഒരു തബലക്കാരനെ ഇവിടെ പിടിച്ചിട്ട് അവിടെ ഒരു മൃദംഗസിനെ പിടിച്ചിട്ട് സിംഫണി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതൊന്നും സിംഫണിയൊന്നും അല്ല. സിംഫണി ഈസ് എ വെരി സ്പെസിഫിക് കോൺസെപ്റ്റാണ് യൂറോപ്യൻ മ്യൂസിക്കിൽ. അതിനനുസരിച്ചുള്ള നിയമങ്ങളനുസരിച്ചൊക്കെ അത് ഉണ്ടാക്കണം. പുതിയ കാലത്തിലെ പാട്ടുകളുണ്ട്, അത് ഒരുപാട് പേര് ആസ്വദിക്കുന്നുണ്ട്, പുതിയ കാലത്തെ പാട്ടുകൾ. അതേസമയം പഴയ പാട്ടുകൾ ബോറിംഗ് ആണ്, അല്ലെങ്കിൽ ആസ്വദിക്കാൻ ഇന്നത്തെ കാലത്തിന് ചേരുന്നതല്ല എന്ന് പറഞ്ഞ പുതിയ തലമുറയിലെ ആൾക്കാർ പറയുന്നുണ്ട്. അതെന്താണ്? ഒരു നിലവാര തകർച്ചയാണോ? അല്ല, ഞാൻ പറയുന്നത് ഓരോ കാലഘട്ടത്തിൽ ഓരോ ടൈപ്പ് മ്യൂസിക് വരുന്നു. ഇപ്പം ഞാനൊക്കെ വന്ന സമയത്ത് ഞങ്ങളും ചെറുപ്പമായിരുന്നു, അപ്പോൾ അതിൻ്റേതായ വഴിക്ക് പോയി. ഇപ്പം ഞാൻ പറയുന്നത് ഈ പോപ്പുലർ മ്യൂസിക് എന്ന് പറയുന്നത് ഈസ് എപ്പോഴും യൂത്ത്ഫുൾ മ്യൂസിക്കാണ്. അത് നമ്മളിപ്പോൾ 40കളിലോ നോർത്ത് ഇന്ത്യയിലൊക്കെ 40കളിൽ മ്യൂസിക് ഉണ്ടായിരുന്നപ്പോഴും അന്നും അവരതിനെ യൂത്ത്ഫുൾ മ്യൂസിക് എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് ഓരോ 10 കൊല്ലം കഴിയുമ്പോഴും ഈ യൂത്ത്ഫുൾനെസ്സിന് കുഴപ്പമില്ല. അന്ന് എന്നും യൂത്ത്ഫുള്ളാണ്. എന്താണ് പറയുക മലയാളത്തിൽ എന്തെന്ന് പറയും? ചെറുപ്പമാണ്. ഈ എന്താ പറയുക, ഈ പോപ്പുലർ മ്യൂസിക്കിന് എപ്പോഴും ചെറുപ്പമാണ്. അതൊരിക്കലും കിളവനാകുന്നില്ല. യൗവന കാലഘട്ടമാണ് എപ്പോഴും. പക്ഷേ അത് ആസ്വദിക്കണം. ഇപ്പോൾ എൻ്റെ ഉദാഹരണത്തിന് എൻ്റെ അമ്മാവൻ മുഹമ്മദ് റഫിയെ കേട്ടു. എൻ്റെ അമ്മാവൻ ഈ സൈക്കിളിൻ്റെ വലിയ ആരാധകനായിരുന്നു. സോജാ എന്നൊക്കെ പേരുന്ന പാട്ട് ലയിച്ചു പോകുന്ന ആളായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഈ നസാരേ അപ്നി എൻ്റെ അമ്മാവൻ പറഞ്ഞു, ഇവൻ വാ പൊളിയാണ്, പിന്നെ പെട്ടെന്ന് വന്നിടാന്ന്. അത് റഫിയെ പറ്റി പറഞ്ഞു. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ആളുകളുടെ ടേസ്റ്റ് ഓരോ ടൈപ്പാണ്.
ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. വി കനോട്ട് ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. ഞാൻ പറയുന്നത് അവർക്ക് കുറച്ചും കൂടി അറിവുണ്ടായിരുന്നെങ്കിൽ ദേ വുഡ് ഡു എ ബെറ്റർ ജോബ് എന്ന് ഞാൻ പറയുന്നുള്ളൂ. ഭയങ്കര ടാലൻറ്റഡ് ചിൽഡ്രനാണ് നമുക്കുള്ളത്. എന്നും കുന്നും നമ്മളൊക്കെ ടാലൻറ്റഡ് ആയിരുന്നു. ഇപ്പോൾ ഈ ഇലക്ട്രോണിക്സിൻ്റെ ഹെൽപ്പ് കൊണ്ട് ടാലൻറ്റിന് എന്താ പറയുക, ദി ഓപ്പർച്യൂണിറ്റീസ് ആർ സോ മെനി, യുനോ, അത്രയും സൗകര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ട്. അപ്പോൾ അതിൻ്റെതായ പെരുപ്പം മ്യൂസിക്കിൽ ഒരുപാട് പെരുപ്പം ഉണ്ട്. എപ്പോഴും ഉള്ളൊരു ഡിബേറ്റാണ് ഈ ജനങ്ങൾക്ക് വേണ്ടത് കൊടുക്കുക. അത് അങ്ങനെ ഒരു ലൈൻ ഓഫ് തിങ്കിങ് ഉണ്ട്. ജനങ്ങൾ ഈസ് റെഡി ടു റിസീവ് വാട്ട് എവർ വി ഗിവ്. നല്ലതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊടുത്താൽ ജനങ്ങളത് റിസീവ് ചെയ്യും. അത് ജനങ്ങൾക്ക് ഒന്ന് ചീത്ത സാധനം കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുത്താലും അവർ ചെയ്യും. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് ആർക്കറിയാം? ഓരോ കമ്പോസർ, ഓരോ ആർട്ടിസ്റ്റും അയാൾക്ക് അറിയാവുന്ന സാധനമാണല്ലോ അങ്ങോട്ട് കൊടുക്കുന്നത്. ജനങ്ങൾക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ എന്താണെങ്കിലും സ്വീകരിച്ചോളും. ഈ ജനങ്ങളുടെ അഭിരുചിയെ രൂപപ്പെടുത്താനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി കൂടി ആർട്ടിസ്റ്റിന് ഉണ്ടോ? ഇല്ല. ജനങ്ങൾ അഭിരുചി അവർക്ക് ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന അനുസരിച്ച് അവരുടെ അഭിരുചി അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അത്രയേ ഉള്ളൂ. നമ്മൾ അവരൊന്ന് ട്രെയിനും ആരും ജനങ്ങളെ ആരാ പഠിപ്പിക്കുന്ന ഇത് സരിഗമ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ഒന്നുമില്ല. അഭിരുചി വി കാൺട്ട് കൺട്രോൾ ദം, വി കാൺട്ട് ഷേപ്പ് ദെയർ ടേസ്റ്റ്. ബൈ ഗിവിങ് വാട്ട് ഐ ബിലീവ് as good, ഐ ക്യാൻ ഡു സം, ഐ മേ ഫീൽ ഗുഡ്. ഞാൻ നല്ലതെന്ന് എനിക്ക് തോന്നി അവർക്ക് ഇഷ്ടപ്പെട്ടല്ലോ എന്ന് മാത്രം പറയാം. അല്ലാതെ ഞാൻ അവരെ ഷേപ്പ് ചെയ്തു, അവരുടെ അഭിരുചിയെ ഞാൻ പൊക്കിയെന്നൊന്നും പറയാൻ ഐ ഡോണ്ട് തിങ്ക് സോ. വേറൊരു ഇത് ഈ കമ്പ്യൂട്ടറൈസേഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. ദാറ്റ്സ് വെരി ഡേഞ്ചറസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിൽ കിൽ നമ്മുടെ സർവ്വകലകളെയും ആശാൻ അടിച്ചുകൊണ്ട് പോകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനെപ്പോഴും പറയുന്നതാണത്, മനുഷ്യൻ എത്രയോ 1000 വർഷങ്ങൾ കൊണ്ടാണ് ഇപ്പം നമ്മുടെ ഇപ്പോൾ ഈ ലെവലിൽ മ്യൂസിക് ഉണ്ടാക്കുന്നത്. ഉദാഹരണത്തിന് ഒരു ഫ്ലൂട്ട് എവിടെ നിന്നുണ്ടായി? എത്രയോ വർഷം മുമ്പ് ആരോ കണ്ടുപിടിച്ചു. ഒരു എന്താ ആ ഭ്രമരം, എന്താണ് പറയുന്നത്, വണ്ട് പോയി മുളയെ തിന്ന് ഓട്ടയുണ്ടാക്കി. അപ്പോൾ അതിൽ കൂടി കാറ്റ് പോയപ്പോൾ എന്നുള്ള സ്വരം വന്നു. ഇതാരോ കേട്ടു, ചേട്ടാ അങ്ങനെയാണ് എനിക്കും ഉണ്ടാക്കാമല്ലോ. ഒരു കഷ്ണം മുറിച്ചെടുത്ത് അയാളും തുളയുണ്ടാക്കിയിട്ട് ഊതി. അങ്ങനെ ഓരോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റും മനുഷ്യൻ കണ്ടുപിടിച്ച് ഇവിടം വരും. ഉദാഹരണത്തിന് ഞാൻ പറയുന്ന ഒരു നല്ല ഉദാഹരണം, ഈ സാരംഗി എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ലേ. എന്താ സാരംഗി? സാരംഗി എന്ന് പറഞ്ഞ ഒരു മരത്തിൻ്റെ തടി, അതാണ് അതിൻ്റെ മെയിൻ ബോഡി. കുറച്ച് അതിൻ്റെ അകത്തുനിന്ന് എന്താ പറയുന്നത്, കാർവ് ചെയ്ത് മാറ്റും. അപ്പോൾ അതിൻ്റെ മുകളിൽ പിന്നെ ആടിൻ്റെ തോല് ഉണക്കി പിടിപ്പിച്ചിരിക്കും. അതിൻ്റെ മുകളിലാണ് ഈ സ്ട്രിങ്സ്. ഈ സ്ട്രിങ്സ് എന്താ? മെറ്റാലിക് സ്ട്രിങ്സ് അല്ല, ആടിൻ്റെ കുടൽ ഉണക്കി പിരിച്ച് കയറ് പോലെ ആക്കിയിരിക്കുന്നതാണ് ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ കൂടി വലിക്കുന്ന ആ സാധനം എന്താ? കുതിരയുടെ വാലിലുള്ള ആരോമമില്ല, അതെടുത്ത്. അപ്പം ഇങ്ങനെ നേച്ചറിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ എടുത്ത് നമ്മൾക്ക് സന്തോഷം തരുന്ന സ്വരങ്ങൾ നമ്മൾ ഹ്യൂമൻ വോയിസിനെ ഇമിറ്റേറ്റ്